സഹോദരങ്ങളെ, സ്വപ്നത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഖുർആനിൽ 3 സ്വപ്നങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. മഹാന്മാരായ 3 പ്രവാചകന്മാരുടെ സ്വപ്നമാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. ഇതിൻ്റെ സൂചനകളൊക്കെ ഞാൻ മുമ്പ് നിങ്ങൾക്ക് നൽകിയിരുന്നു. ഇതിൻ്റെ വിശദ വിവരണമാണെന്ന് പറയുന്നത്. ആ പറയുന്ന കൂട്ടത്തിൽ 1-2 കാര്യങ്ങളൊക്കെ ആ കൂട്ടത്തിൽ പറയും. ഞാൻ 1-2 ആളുകൾ ഓരോരോ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് വിഷയത്തിൽ വരികയാണെങ്കിൽ ഇന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഖുർആനിൽ 3 സ്വപ്നങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് യൂസഫിൻ്റെ സ്വപ്നം, ഒന്ന് ഇബ്രാഹിം നബിയുടെ സ്വപ്നം, പിന്നെ ഒന്ന് മുഹമ്മദ് നബിയുടെ സ്വപ്നം. ഖുർആൻ സംസാരിക്കുന്നത് ഇങ്ങനെ 3 സ്വപ്നങ്ങളെ കുറിച്ചാണ് ഖുർആനിൽ സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു വളരെ ചെറിയൊരു വിശദീകരണം ഞാൻ മുമ്പ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സ്വപ്നം എന്ന് പറയുന്നത് പുതപ്പിനടിയിൽ കിടന്ന് കാണുന്ന സ്വപ്നമല്ല എന്ന്, രാത്രി മൂടി പുതച്ച് കാണുന്ന സ്വപ്നമല്ല. ഇപ്പൊ മുഹമ്മദ് നബിയുടെ സ്വപ്നത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹു അവന്റെ ദൂതന് സ്വപ്നം സത്യപ്രകാരം സാക്ഷാത്കരിച്ചിരിക്കുന്നു. അതായത് അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം സമാധാന ചിത്തരായിക്കൊണ്ട് തലമുണ്ടനം ചെയ്തവരും മുടി വെട്ടിയവരുമായിക്കൊണ്ട് നിങ്ങൾ ഒന്നും ഭയപ്പെടാതെ പവിത്രമായ ദേവാലയത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുന്നതാണ് എന്ന സ്വപ്നം. ഇതാണ് പാരമ്പര്യമായിട്ട് എഴുതിയ അർത്ഥം. അള്ളാഹു അവന്റെ ദൂതന് സ്വപ്നം സത്യപ്രകാരം സാക്ഷാത്കരിച്ചിരിക്കുന്നു. അതായത് അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം സമാധാന ചിത്തരായിക്കൊണ്ട് തലമുണ്ടനം ചെയ്തവരും മുടി വെട്ടിയവരുമായി കൊണ്ട് നിങ്ങൾ ഒന്നും ഭയപ്പെടാതെ പവിത്രമായ ദേവാലയത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുന്നതാണ് എന്ന സ്വപ്നം. ഇതാണ് ഒരു സ്വപ്നം. അത് നബി. പിന്നെ ഒന്ന് യൂസുഫ് നബിയുടെ സ്വപ്നം. അതെന്താ പറയണത്? യൂസുഫ് തൻ്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം, എൻ്റെ പിതാവെ 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നതായി സ്വപ്നം കണ്ടിരിക്കുന്നു. പിന്നെ ഒന്ന് ഇനി ഇബ്രാഹിം നബിയുടെ സ്വപ്നമാണുള്ളത്. ഇങ്ങനെ 3 സ്വപ്നമാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. ഇത് 3ഉം പാതിരാക്ക് കാണുന്ന സ്വപ്നമല്ല എന്ന് നമ്മൾ മുമ്പ് എവിടെ പറഞ്ഞിട്ടുണ്ട്. പാതിരാത്രി പുതപ്പിനടിയിൽ കിടന്ന് കിനാവ് കാണലല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കിനാവ് കാണുക. എന്നിട്ട് കിനാവ് കണ്ടതെന്താവെന്ന് മുഹമ്മദ് നബി, ആൾക്കാരൊക്കെ മുടി വെട്ടിയവരും മൊട്ടയടിച്ചവരുമായി. ആദ്യം തല മുണ്ടനം ചെയ്തവരായി. തല മുണ്ടനം ചെയ്തവർ പിന്നെ ഇനി മുടി വെട്ടി എങ്ങനെയാണെന്ന് അറിയില്ല ചോദിക്കുന്നത്. ഒരാൾ തല മുണ്ടനം ചെയ്തവരും മുടി വെട്ടിയവരുമായി. തല മുണ്ടനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി മുടി വെട്ടാനേ എവിടുന്ന ഉണ്ടാകാമെന്നൊന്നും ചോദിക്കരുത്. പിന്നെ വടിച്ച തല പിന്നെ ഒന്നുകൂടി വെട്ടിയാക്കാം. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ വ്യാഖ്യാനിക്കേണ്ടി വരും? പകുതി ആൾക്കാർ മുടി കളഞ്ഞെങ്ങാണ്ടും പകുതി ആൾക്കാർ മുടി വെട്ടിയെങ്ങാണ്ടും. അങ്ങനെ വ്യാഖ്യാനിച്ച് ഒപ്പിക്കല്ലാതെ അതിന് നിവൃത്തിയില്ല. കാരണം തലമുണ്ടൻ. ഞങ്ങളിത് എഴുതുമ്പോൾ, ഈ പുസ്തകം എഴുതുമ്പോൾ ഞാൻ എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. ഞങ്ങൾ കുറെ ചിരിച്ചു പോയി. ഒരു പ്രവാചകൻ കാണുന്ന സ്വപ്നം ആലോചിച്ച് നോക്കുക. ഒരു മുടി വെട്ടുന്ന ആളും കൂടി ഇങ്ങനെ സ്വപ്നം കാണൂല. ബാർബറെ, ഞാൻ അങ്ങനെ തൊഴിലിനെ പറഞ്ഞ് ആക്ഷേപിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബാർബർ എന്ന് പറയുന്നത്. ഒന്നും പിടിക്കരുതട്ടില്ല. അങ്ങനെ ഒരാളുടെ തൊഴിൽ പറഞ്ഞ് ആക്ഷേപിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു മുടിവെട്ടുകാരൻ, പണ്ട് പാൽ കച്ചവടക്കാരി ഒരു സ്വപ്നം കണ്ടു. അത് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട സ്വപ്നമാണ്. ഒരു മുടിവെട്ടുകാരനും കൂടി നാട്ടിലില്ല. എല്ലാ ആൾക്കാരും ഒന്ന് മുടി വെട്ടിയെങ്കിൽ എന്ന് കിനാവ് കാണൂല. എല്ലാ ആൾക്കാരും ഒന്ന് മൊട്ടയടിച്ചിട്ട്, പഠിച്ചോനെ എല്ലാ ആൾക്കാരും ഒന്ന് മൊട്ടയടിച്ച്. കാരണം അയാൾ പോലും കാണാത്ത കിനാവാണ് ഒരു പ്രവാചകൻ കണ്ടു എന്ന് പറയുന്നത്. പ്രവാചകൻ, അത് ഞാൻ ഓരോന്നും ശരിക്കും എന്താണ് അതൊന്ന് വിശദീകരിക്കാം. പിന്നെ ഒന്ന് യൂസഫ് നബിയുടെ, അത് വിശദീകരണത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ 1-2 ആളുകൾ സൂചിപ്പിച്ച കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഫ്രഷ് മൈൻഡിലേക്ക് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അതായത് സമുദ്രത്തിൻ്റെ പിളരലും മൂസാ നബിയുടെ കൂടെ ഒരു ഭൃത്യൻ നടന്നു പോകലും മീൻ രക്ഷപ്പെടലും വഴിയുണ്ടാകലും സമുദ്രങ്ങളുടെ സംഗമസ്ഥാനവും കപ്പൽ പൊളിക്കലും കപ്പലിന് ഓട്ട തുറക്കലും അത് ഒരു
ഇങ്ങനെ ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞത് എത്ര കണ്ട് മനസ്സിലാവും എനിക്കറിയില്ല. അത്രക്ക് ആഴത്തിലുള്ള ഒരു വിഷയമാണത്. അതിനോട് ഒരാൾ സൂചിപ്പിച്ചിട്ടുണ്ട്, അതെന്ന് പറയാം. പിന്നെ ഒന്ന് മൂസാ നബി അല്ല, യൂസുഫ് നബി കണ്ടത് തന്റെ പിതാവിനോട് സന്ദർഭം. എന്റെ പിതാവെ, 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നതായി സ്വപ്നം കണ്ടിരിക്കുന്നു. ഇതിൽ 11 സൂര്യനും ചന്ദ്രനും വാപ്പയും ഉമ്മയാണ് ഇവർ പറയുന്നത്. നക്ഷത്രങ്ങള് 11 ഏട്ടന്മാരും. അപ്പൊ ഇവരുടെ വീക്ഷണത്തിൽ നക്ഷത്രം ചെറിയതാണ്. പക്ഷെ ശാസ്ത്രീയമായിട്ട് നക്ഷത്രം ഈ സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും എത്രയോ വലിയ സാധനമാണ്. ശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചാൽ മതി. ഈ കാണുന്ന സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും 10,000 മടങ്ങ് വലിപ്പാണ് നക്ഷത്രങ്ങളുടെ വലിപ്പം. ഞമ്മക്ക് ഈ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നണ പോലെയല്ല നമ്മളുടെ ദൃഷ്ടിയിൽ. മാത്രമല്ല, സാഷ്ടാംഗം എന്ന് പറഞ്ഞാൽ 8 അംഗമാണ്. 8 അംഗം എങ്ങനെ ഇതൊക്കെ വെക്കുക? ഇപ്പൊ ചെറുതായിട്ടൊരു പോസ്റ്റ്മോർട്ടം ഉള്ളൂ, ഇനി അതിന്റെ സൂക്ഷ്മമായ പോസ്റ്റ്മോർട്ടം ഇനി വരുന്നുണ്ട്. 8 അംഗങ്ങളെ കൊണ്ട് എങ്ങനെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സുജൂദ് ചെയ്യാം? സാഷ്ടാംഗം എന്നല്ല, 8 അംഗങ്ങൾ കൊണ്ടുള്ള സുജൂദ്. സാഷ്ടാംഗം എന്ന് പറഞ്ഞാൽ 8 അംഗം എന്ന് പറഞ്ഞാൽ അംഗങ്ങള്, കയ്യ് കാല് മൂക്ക്, ഇങ്ങനെ 8 അംഗങ്ങള്. അതുകൊണ്ടുള്ള പ്രണാമം. ഞാൻ പറഞ്ഞു, ഹദീസ് പ്രകാരമാണെങ്കിൽ സപ്താസ്തി പ്രണാമം എന്നാ പറയേണ്ടത്. ഹദീസ് പ്രകാരമാണെങ്കിൽ സാഷ്ടാംഗ പ്രണാമം എന്നല്ല പറയാം, സപ്ത അസ്ഥി പ്രണാമം എന്നാണ്. 7 അസ്ഥികൾ. അങ്ങനെ ഒരു പുതിയ വാക്കിനി കണ്ടുപിടിക്കണം എന്നാ. കാരണം ഹദീസിൽ അങ്ങനെയാണ്, ഉമിർത്തു അൻ അസ്തുത അലാ സബ്അതി അഅ്ലുമിന്നാണ് ഹദീസ്. അങ്ങനെയാണ്, ഉമിർത്തു ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അൻ അസ്തുത സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അലാ സബ്അതി 7 അഅ്ലുമിൻ എല്ലുകളിലായിക്കൊണ്ട്. അപ്പൊ സപ്ത അസ്ഥി പ്രണാമാക്കണം എന്ന് ഞാൻ പറയുന്നത്. സപ്താസ്ഥി പ്രണാമം എന്നാക്കണം. വല്ല ഹദീസ് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ ഇനി മുതൽ സാഷ്ടാംഗ പ്രണാമം മാറ്റിയിട്ട് സപ്താസ്ഥി പ്രണാമം ആക്കണം. മാത്രല്ല, എല്ല് എന്ന് ഒരാളെ എപ്പോഴാ പറയാ? അയാള് സ്കെൽട്ടനാണെന്ന് എപ്പോഴാ പറയാ? അവന്റെ മജ്ജയും മാംസമൊക്കെ മണ്ണിൽ ദ്രവിച്ചു പോയി കുറച്ച് കാലം കഴിഞ്ഞിട്ട് എടുത്താക്കാണ്, അതാണ് സ്കെൽട്ട്. അപ്പോഴാ ഓനെ എല്ല് എന്ന് പറയാം. മജ്ജയും മാംസവും ഉള്ള ഒരു മനുഷ്യനെ എല്ല് എന്ന് പറയും. അതന്നെ തെറ്റാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പറഞ്ഞാൽ ഒരു 30 വിരലാണെന്ന് വിചാരിച്ചോളൂ കയ്യില്, 30 എല്ലുകൾ കൊണ്ട് വെള്ളം എടുക്കൂ എന്ന് പറയും. അങ്ങനെ കൽപ്പന കൊടുക്കും. ഇപ്പൊ എഴുതുകയാണെങ്കിൽ ഈ 2 പേനയില് 10 എല്ലാണെങ്കിൽ 10 എല്ലുകൾ കൊണ്ട് നിങ്ങൾ എഴുതൂ എന്ന് പറയും. ഒന്നാമത് നിങ്ങൾ ഈ സുജൂദിന്റെ അംഗങ്ങൾ നോക്കിക്കൊണ്ട്, ഒന്നാമത് ഈ ആഴല്ലുമ എന്ന് പറഞ്ഞാൽ ആഴല്ലുമും അഴലാവും തമ്മിലുള്ള വ്യത്യാസം തന്നെ ഉണ്ട്. അഴലാവ് എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ, അംഗങ്ങൾ. ആഴല്ലുമ എന്ന് പറഞ്ഞാൽ എല്ല്. 7 എല്ലുകളിലായി സുജൂദ്. അത് ഹദീസാണ്. ഹദീസ് ഇപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ വന്ന് ഇബ്രാഹിം നബി കണ്ട സ്വപ്നമാണ്. ഇങ്ങനെ 3 സ്വപ്നമാണ് ഖുർആൻ പറയുന്നത്. അതിൽ ഇബ്രാഹിം നബിയുടെ സ്വപ്നത്തിന്റെ അവിടുന്ന് അങ്ങോട്ട് വിശദീകരിക്കുക. അതല്ലേ മൂത്ത ആള്. അത് എന്താണെന്നുള്ളത് വിശദീകരിച്ചിട്ട് ആദ്യം അവിടുന്ന് പോകണം. ഇബ്രാഹിം നബി സൂറത്ത് സാഫാത്തില് 111 മുതൽ കിട്ടാണ് ഇബ്രാഹിം നബിയുടെ സ്വപ്നവും അറിവും പറയുന്ന സംഭവം. അതിൽ അള്ളാഹു പറയുന്നതിന് നമുക്ക് വിശദീകരിക്കാം. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വിശദീകരിക്കും. ഇനി നോക്കുക, ഫലമ്മ ബലഗ മഅഹു അസ്സഅയ. ഇനി നോക്കുക, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പറയാനുള്ളതാ പറയണം. ഇപ്പൊ നിലവിലുള്ളതിനെ ചെറുതായിട്ടൊന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഫലമ്മ ബലഗ എത്തിയപ്പോൾ, മഅഹു അദ്ദേഹത്തിന്റെ കൂടെ, അസ്സഅയ പരിശ്രമിക്കാൻ. അവിടെ ഒരു അട്ടിമറി ഇവിടെയാണ്. സഅയുമാണ് ഒരു അട്ടിമറി നടത്തിയത്. സഅയിന് ഇവരെന്താണ്? കുട്ടി നടക്കാനായപ്പോൾ നാക്കി. സഅ എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുക എന്ന്, എഫർട്ട് എടുക്കുക എന്ന്, അധ്വാനിക്കുക എന്നാണ് അതിനർത്ഥം. ഖുർആനിൽ സഅയി എന്ന് ഉപയോഗിച്ച സ്ഥലങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ പോയിട്ട് പരിശോധിക്കാം. പരിശ്രമിക്കുക എന്നാണ് അർത്ഥം. നടന്നു പോകുക എന്നല്ല, കുട്ടി നടക്കാനാകുക എന്നല്ല. പിതാവിന്റെ കൂടെ, ആ പിതാവിന്റെ ദൗത്യത്തിൽ, പിതാവ് എന്ന് പറഞ്ഞാൽ നേരിട്ട് പിതാവൊന്നും അല്ല കേട്ടോ, അത് പിന്നെ നമുക്ക് സംസാരിക്കാം. നേരിട്ട് മകനൊന്നുമല്ല.
രക്തബന്ധത്തിനും രക്തപ്രശ്നത്തിനൊന്നും ഖുർആനിൽ പ്രാധാന്യമല്ല. ഇത് ആശയാണ്. നേരിട്ട് DNA ബ്ലഡ് സൺ അല്ല, രക്തത്തിൽ പിറന്ന മകനല്ല. ഇബ്ന് എന്ന് പറയുമ്പോൾ ആ ആശയത്തിന് വേണ്ടി പണിയെടുക്കുന്നവൻ. നോഹിന്റെ കാര്യത്തിലും അതന്നെയാണ് ശരി, എല്ലായിടത്തും അതന്നെയാണ്, അല്ലാതെ നേരിട്ടല്ല. ഇനി എന്തോ ആകട്ടെ, ഇനിയിപ്പോ വാദത്തിന് വേണ്ടി മകൻ തന്നെ സമ്മതിക്കാം. ആ മകൻ പിതാവിന്റെ കൂടെ പിതാവിന്റെ ദൗത്യത്തിൽ പരിശ്രമിക്കാനുള്ള സമയമായപ്പോൾ ആ പിതാവ് പറഞ്ഞു, യാ ബുനയ്യ, മോനെ, ഇന്നി അറാഫിൽ മനാമി, ഞാൻ ഈ ഒരു ആലസ്യം ബാധിച്ച ഈ അവസരത്തിൽ, ഞാൻ ഒരു വിശ്രമത്തിന്റെ അവസരത്തിലാണ്, മൂപ്പര് ഒരു പരിശ്രമത്തിൽ നിന്ന് ഒന്ന് വിശ്രമിക്കേണ്ട സമയം ആയി തീർന്നിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ എനിക്ക് കാണുന്നുണ്ട്, എനിക്കൊരു അഭിപ്രായമുണ്ട്. അന്നി അതുപോലക്ക നിന്റെ ജീവിതം ഈ ആശയത്തിന് വേണ്ടി പരിശ്രമിക്കാൻ, അതാണ് ബലി കൊടുക്കുക. ഒരു ആശയത്തിനാണ് ബലി കൊടുക്കുന്നത്. നിന്റെ ജീവിതം ഈ ആശയത്തിന് വേണ്ടി എഫർട്ട് എടുക്കാനും പരിശ്രമിക്കാനും അതിന് ബലി കൊടുക്കാനും ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം എൻ്റെ മനോമുഖരത്തിൽ തോന്നുന്നുണ്ട്. അറാന്ന് പറഞ്ഞ വീക്ഷണാണ്, അദ്ദേഹത്തിന്റെ ദീർഘദർശനാണ് അത്. എനിക്ക് അങ്ങനെ ഒരു ദർശനമുണ്ട്, ഒരു ദീർഘവീക്ഷണം, ഒരു ദീർഘദർശനം ഞാൻ ചെയ്യുന്നുണ്ട്. എന്താ നിന്റെ അഭിപ്രായം? ഫോങ്ങൂർ മാതാത്തറ, നീ ഒന്ന് ചിന്തിക്കുക, നീ ഒന്ന് ആലോചിക്കുക, എന്താണ് അതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം. അപ്പൊ ഒരു മകനോട് അഭിപ്രായം ചോദിക്കാൻ ആ മകൻ അയക്കണമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. കുട്ടി പിച്ച വെച്ച് നടക്കാനായ കുട്ടിനോടല്ല അഭിപ്രായം ചോദിക്കുന്നത്. പിച്ച വെച്ച് നടക്കാനായ 1 വയസ്സായ കുട്ടിനോട് എന്തഭിപ്രായം ചോദിക്കണം? നിങ്ങൾ പറയും, ആ കുട്ടി എന്താണ് അഭിപ്രായം പറയാ ഒരു വിഷയത്തില്? അപ്പൊ തന്നെ അറിയത് കുട്ടിയല്ലാന്ന്. ഫോങ്ങൂർ മാതാത്തറ, നീ ചിന്തിക്ക്, എന്താണ് നിന്റെ വീക്ഷണം, നീ എന്താണ് ദർശിക്കുന്നത്, നിന്റെ ദീർഘദർശനം എന്താണ് എന്ന് നീ ഒന്ന് പറയും. അതായിക്കൂടെ ഈ ആശയത്തിന് വേണ്ടി, ഈ ദൗത്യത്തിന് വേണ്ടി നിനക്കും എൻ്റെ കൂടെ അധ്വാനിച്ചുകൂടെ? എന്താ നിന്റെ അഭിപ്രായം? അപ്പൊ ആ മകൻ പറഞ്ഞു, യാ അബത്തി മാതൂമറു, എന്താണോ താങ്കളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അത് പ്രവർത്തിക്കാം. എന്താണ്? അള്ളാഹു അമ്രാണ് ഇവിടെ, സ്വപ്നമല്ല, ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അള്ളാഹു എന്താ കൽപ്പിക്കുക? അള്ളാഹു ഒരു മനുഷ്യനെ കൊല്ലാൻ കൽപ്പിക്കില്ല. അള്ളാഹു എന്താ കൽപ്പിക്കുക എന്ന് പറയണ്ടേ? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അള്ളാഹു നീതിയും നന്മയുമേ കൽപ്പിക്കൂ. നീതിയും നന്മയുമേ അള്ളാഹു കൽപ്പിക്കൂ. ഈ മകനെ അറുക്കാൻ കൽപ്പിക്കുന്നത് എന്ത് നീതിയാണ്, എന്ത് നന്മയാണ് അതിലുള്ളത്? നിങ്ങൾ പറയും. പിതാവ് ഒരു പുത്രനെ ബലി കൊടുക്കുക എന്നുള്ളത് ഖുർആൻ തന്നെ പറയുന്നത്, ഒമൻ ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ, ഒരു വിശ്വാസിയെ മനഃപൂർവ്വം കൊന്നാൽ ഫജസാഉഹു ജഹന്നം, അവന്റെ ജസാഅ് ജഹന്നമാണ്, നരകമാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഒരു വിശ്വാസിയെ കൊല്ലാൻ പാടില്ല എന്നാ ഖുർആൻ പറയുന്നത്. ഇന്നല്ലാഹ ലാ യഅ്മുറു ബിസ്സൂഇ വൽ ഫഹ്ശാഇ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു ഒരിക്കലും കൽപ്പിക്കില്ല എന്ത്? സൂഉം ഫഹ്ശാഉം, മനുഷ്യനോട് തിന്മയും തെറ്റായ ഒരു പ്രവൃത്തിയും അള്ളാഹു ഒരിക്കലും കൽപ്പിക്കില്ല. അപ്പൊ മാ തുഅ്മറു, അമ്ര, കൽപ്പിക്കപ്പെട്ടത് ചെയ്യുക എന്ന് പറയുന്നത് എന്തായാലും അറുക്കാനല്ല എന്നുള്ളത് ഉറപ്പാണ്. അറുക്കാനല്ല. അത് നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങളോട് ഒരിക്കൽ മുമ്പ് നമ്മളൊരു ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. മൂസാ നബി അറുക്കാൻ പറയുന്നത് അൻതദ്ബഹു ബഖറത്തൻ, മൂസാ നബി ഒരു പശുവിനെ അറുക്കാൻ പറയുന്നുണ്ട്. എന്താണ് ആ പശുവിനെ അറുക്കാൻ പറയുന്നത്? അത് നമ്മൾ ഒരിക്കൽ ഇവിടെ ക്ലാസ് എടുത്താല് എന്താണ് ആ പശു? ആ പശുവിന്റെ ഗുണങ്ങൾ പറയുന്നുണ്ട്. അത് ഫാരിലല്ല, ബിക്കറല്ല, അത് ഒന്നും ഒരു പുലരി അത് ലോകത്ത് നൽകി. ഒരു പശുവിനെ മൂസാ നബി പറയുന്നുണ്ട്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറത്തൻ. ഒരു വിശ്വാസത്തെ അവരുടെ മനസ്സിൽ നിന്ന് ത്യജിച്ചുകൊണ്ട്, ഒഴിവാക്കിക്കൊണ്ട് ഈ ആശയത്തിന് എഫർട്ട് പരിശ്രമിക്കാനാണ് അവിടെ മൂസ കൽപ്പിക്കുന്നത്. മൂസ അവിടെ കൽപ്പിക്കുന്നതാണ്. നിങ്ങൾ പലപ്പോഴും കേട്ട വിഷയമാണത്. മൂസാ നബിയോട് ആ സമൂഹത്തോട് അറുക്കാൻ കൽപ്പിച്ച, അവരുടെ മനസ്സിൽ നിന്ന് അറുത്ത് കളയാൻ പറഞ്ഞ ആ പശു, ആ പശുവിനെ കുറിച്ച് പറയുന്ന അവിടെ അത് മഞ്ഞയാണ്. തസുറുൻ നാദിരീൻ, ആളുകളുടെ കണ്ണ് മഞ്ഞളിപ്പിക്കും. ആളുകളുടെ കണ്ണുകൾക്ക് പിന്നെ മഞ്ഞളിപ്പിക്കുന്ന കാഴ്ച ആ ആശയം നൽകിയാലും നമ്മളെ തന്നെ നബിദിന ചാരൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സും കണ്ണിനും മഞ്ഞളിപ്പ് തോന്നുന്നുണ്ട്. എന്താ ആൾക്കാര്, പക്ഷേ അതുകൊണ്ട് ഗുണമില്ല. അതാ പറഞ്ഞത്. അത് എന്താണ് അതിന്റെ നിറം എന്ന് ചോദിച്ചു. അത് സഫ്രാവുൻ, മഞ്ഞയാണ്.
തസുറുന്നാദിരീൻ, കാഴ്ചക്കാർക്ക് അവരുടെ കണ്ണുകൾക്ക് മഞ്ഞളിപ്പുണ്ടാവും. അതുകൊണ്ട് അത് വ്യാജമാണ്, അത് ഫേക്കാണ്, വ്യാജമായ ആശയമാണത്. മഞ്ഞാന്ന് പറഞ്ഞാണ് ഉദ്ദേശിക്കുന്നത്, മഞ്ഞ പത്രമാണത് എന്നൊക്കെ പറയുന്നത്. അത് വ്യാജമാണ്. ലാ ഫാരിദുൻ, അത് ഒന്നും ഫർളല്ല, ഈ സമൂഹത്തിനെ ഒന്നും നിർബന്ധിക്കുന്നില്ല. എന്ത് നിർബന്ധാണത്? ഒക്കെ സുന്നത്താണല്ലോ. ഹൈആത്ത് സുന്നത്ത്, അബ്ആദ് സുന്നത്ത് ഒക്കെ സുന്നത്താണ്, അത് ഫാരിദല്ല. നിർബന്ധിക്കുന്നില്ല സമൂഹത്തിനെ ഒന്നും. വലാ ബിക്റുൻ, ഒരു പുലരി ലോകത്ത് നൽകുന്നുമില്ല. ബിക്ർ എന്നാണ് ബുക്കൂർ, ബിക്ർ ബുക്രത്തം അസീല എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് പുലരി. പുലരി എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവര് നേരം വെളുക്കാന്നാ മനസ്സിലാക്കി. നമ്മൾ പറയില്ല അവർക്ക് നേരം വെളുത്തിട്ടില്ല. ഖുർആനുൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ രാവിലെ ഓതണ ഖുർആനൂന്നാക്കി. ഒരു പുലരിയുടെ ഖുർആനാണ്. ആ ഖുർആനിലോ പിന്നെ വൈകുന്നേരം സാക്ഷിയായിട്ട് വരും. ഇന്ന ഖുർആനുൽ ഫജ്ർ കാന മശ്ഹൂദ, ഖുർആൻ സാക്ഷിയാവൂലേ? ലോകത്തിന്റെ ഒരു പുലരിക്ക്, ഒരു പ്രഭാതത്തിന്, ഒരു പുതിയ പ്രഭാതം വന്നാലേ ഒരു നല്ല മധ്യാഹ്നം ഉണ്ടാവുള്ളൂ. നല്ല പ്രഭാതം ഉണ്ടാകാനേ ഇല്ല നല്ല മധ്യാഹ്നം ഉണ്ടാവുള്ളൂ. എങ്കിലും നല്ല സായാഹ്നം ഉണ്ടാവുള്ളൂ. അതിനൊരു നല്ല പുലരി വേണം. അതുകൊണ്ടാണ് നല്ല പുലരിക്ക് വേണ്ടിയുള്ള വായനയെ ഖുർആൻ ഇത്രമാത്രം പ്രോത്സാഹിപ്പിക്കാനുള്ള കാരണം. അതിന്റെ ഗുണഫലങ്ങൾ മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും സാക്ഷിയായിക്കൊണ്ടുവരും. ഇത് ലോകം വിജ്ഞാനത്തിന്റെ ഒരു ശൈശവ ദശയിൽ പോലും എത്തിയിട്ടില്ല ലോകം. പിന്നെ ആ സമൂഹത്തോടാ പറയുന്നത് ഒരു പുലരിയുടെ ജ്ഞാനം, ഒരു പുലരിയുടെ വായന. നല്ലൊരു പുലരി കിട്ടി നോക്കണം നിങ്ങൾക്ക്. ഒരു രാജ്യത്ത് ഒരു നല്ല പുലരി കിട്ടിയാൽ ആ രാജ്യത്തിന്റെ മധ്യാഹ്നവും നല്ലതായിരിക്കും, ആ രാജ്യത്തിന്റെ സായാഹ്നവും നല്ലതായിരിക്കും. അതാണ് നല്ല പുലരി, അതാണ് ഖുർആനുൽ ഫജ്ർ. ഇവരെന്താ എഴുതി വെച്ചെന്നോ? രാവിലത്തെ ഖുർആനോത്തുന്നാക്കി. രാവിലത്തെ ഖുർആനോത്തോട് കൂടിയ നമസ്കാരവും എന്നാക്കി ചിലവർ. അതിന് ഞാൻ പറഞ്ഞു, അതിന് കുറെ കീശിന്ന് എടുക്കണല്ലോ എന്ന് പറഞ്ഞു. ഖിറാഅത്തെ ഖുർആനുൽ ഫജ്രി എന്നാക്കണം. അതിന് രാവിലത്തെ ഖുർആൻ ഓത്ത്. ഇത് ഖുർആനുൽ ഫജ്രി എന്നല്ലോ, ഒരു പുലരിയുടെ വായന. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ നേരം വെളുപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് പറ്റൂല. എന്നാ ഖുർആൻ പറയണ്ടല്ലോ നേരം വെളുപ്പിക്കും അവരെന്ന്. അവര് നേരം വെളുപ്പിക്കും. ഫജ്റ എന്ന് പറഞ്ഞാൽ നേരം വെളുപ്പിക്കാന്നാ, പുലരി ആക്കുക എന്നാണ്. ഈ നേരം വെളുപ്പിക്കലാണെങ്കിൽ ആർക്കെങ്കിലും നേരം വെളുപ്പിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് നേരം വെളുപ്പിച്ചാൽ എന്നാ സുന്നത്തമായവരോട് ചോദിച്ചു. അയിന യശ്റബു ബിഹാ ഇബാദുല്ലാഹി, എന്റെ ദൈവദാസന്മാർ ഒരു അരുവിയിൽ നിന്ന് അവർ ജ്ഞാനം കുടിക്കും, അവർ ജ്ഞാനത്തെ കുടിക്കും. എന്നിട്ട് അവർ ഫജ്റാക്കും, ഒരു പുലരി ഉണ്ടാക്കും. തഫ്സീറ, ഒരു പുലരി ഉണ്ടാക്കൽ, ഒരു നല്ല പുലരി അവർ ലോകത്തുണ്ടാക്കും. ഈ നേരം വെളുപ്പിക്കലാണ്. നിങ്ങളൊന്ന് നേരം വെളുപ്പിച്ചാൽ, 12 മണിക്കൊന്ന് നേരം വെളുപ്പിച്ചാൽ എന്നാ എനിക്കൊന്ന് കാണാൻ. അത് രാവിലെ 7 മണി തന്നെ ആകണം. ലോകം പുലരിയാക്കിയോണ്ട ഈ അനുഭവം, ഈ വിഷയത്തിന് അപ്പൊ പോകുന്നത്, ലോകം പുലരിയാക്കിയോണ്ടതുകൊണ്ട് ഇത്ര നമ്മൾ അനുഭവിക്കണത് അല്ലേ? ലോകം നമ്മളല്ലാത്ത പല ആൾക്കാരും ലോകത്ത് പല നേരം വെളുപ്പിച്ചു. അല്ലെങ്കിൽ കാണായിരുന്നു മാപ്പിളാരെ കോലം. അല്ലെങ്കിൽ എന്താണെന്ന് ഇപ്പോഴും ഞാനുങ്ങളൊക്കെ ആടിനെ മേച്ചിട്ടും വെള്ളം കോരിയിട്ടും വിറക് വെട്ടിയിട്ടൊക്കെ നടക്കുക. കാരണം ലോകത്ത് ഒരുപാട് മനുഷ്യർ ഇവിടെ ഫജ്റാക്കി നേരം വെളുപ്പിച്ചു. അവർ ലോകത്ത് ഇരുട്ട് നമ്മൾ എന്താന്ന് പറഞ്ഞാൽ നേടിയത് മുഴുവൻ തകർക്കണ പരിപാടിയാണ് നമുക്ക്. ഒരു റെയിൽവേ സ്റ്റേഷൻ ആരെങ്കിലും ഉണ്ടാക്കിയാൽ അവിടെ ബോംബ് വെച്ച് തകർക്കുക, ഒരു വിമാനത്താവളം ആരെങ്കിലും ഉണ്ടാക്കിയാൽ അവിടെ ബോംബ് ഇട്ടേക്ക, ഒരു നല്ല രാജ്യം ആരെങ്കിലും കെട്ടിപ്പടുത്താൽ അവിടെ പിത്തനുണ്ടാക്കിയ അവിടെ ഗ്യാസ് തുറന്നു വെക്കുക. ലോകത്ത് നേടിയ പുലരി ഒക്കെ തച്ചു കെടുക്കുന്ന സമൂഹമാണ് നമ്മൾ. ലോകത്ത് ഞാൻ ആർക്കാ പുലരിയാക്കാൻ പറ്റുക? ഇവര് പറയുന്ന പുലരിയാണെങ്കിൽ ഫജ്റ എന്ന് പറഞ്ഞാൽ ഫജ്റാക്കി, അല്ലമ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു എന്നാ. ഫഅല വസലിൽ വന്ന ആ ക്രിയ ചെയ്യാന്നാണ്. അല്ലമ പഠിപ്പിച്ചു, ജമ്മ ഒരുമിച്ച് കൂട്ടി, അങ്ങനെയാണ് ഫഅല രൂപത്തിൽ വന്ന ആ ക്രിയ ചെയ്യാണ്. ആ ക്രിയയുടെ ആളുകളായി മാറുകയല്ല, ആ ക്രിയ മറ്റുള്ളവരിൽ ചെയ്യുക. എന്ന പോലെ ഫജ്റ എന്ന് പറഞ്ഞാൽ നേരം ഫജ്റാക്കുക എന്നാണ്, നേരം വെളുപ്പിക്കുക. എങ്ങനത്തെ തഫ്സീറ? ഒരു വെളുപ്പിക്കൽ. എങ്ങനെ നേരം, എന്താ ഒരു നല്ല വെളുപ്പിക്കൽ? എന്താ ആർക്കാ നേരം വെളുപ്പിക്കും? 12 മണിക്ക് ആർക്കാ നേരം വെളുപ്പിക്കാൻ പറ്റും? നിങ്ങൾക്ക് പറ്റും. എന്നാൽ ദൈവദാസന്മാർ നേരം വെളുപ്പിക്കുമെന്ന് പറയുന്നുണ്ട്.
ഈ ജ്ഞാനത്തിൽ നിന്ന്, ഈ അരുവിയിൽ നിന്ന് അവർ കുടിച്ചിട്ട് അവർ നേരം വെളുപ്പിക്കും. എന്താ നേരം വെളുക്കാത്ത ഈ കൗമിന്? അതാണ് ഈ ഖുർആനിന് നേരം വെളുപ്പിച്ച നേരമൊക്കെ നമ്മളെ കെടുത്തിയിട്ടേ ഉള്ളൂ. യൂറോപ്പ് നേരം വെളുപ്പിച്ചുകൊണ്ടേയിരിക്കണം, നമ്മൾ കെടുത്തിക്കൊണ്ടേയിരിക്കണം. മുസ്ലിങ്ങള് ലോകത്ത്, ഈ മാപ്പിളാരല്ലാത്ത ലോകത്ത് നിരവധി ആളുകളില്ലെങ്കിൽ ഈ ലോകം ഇരുട്ടായി പോയതിനെട്ടില് ഇത്രയെങ്കിലും നമുക്ക് പഠിച്ചവന്റെ കൃപയുണ്ട്. ഇത്രയെങ്കിലും അനുഗ്രഹം. ഈ മൈക്ക് ഉപയോഗിക്കാനും, ഈ കണ്ണട ഉപയോഗിക്കാനും, ഈ മൊബൈൽ ഉപയോഗിക്കാനും ഇത്രയെങ്കിലും നേരം വെളുപ്പിച്ചു തന്നു. ഇതൊക്കെ നമ്മളിതിന്റെ ബൈ പ്രൊഡക്റ്റാണ്. ഞാൻ നേരത്തെ പ്രസംഗം അവസാനിപ്പിച്ചതല്ലേ, ഇതൊക്കെ ഈ നേരം വെളുപ്പിച്ച ആളുകളുടെ ബൈ പ്രൊഡക്റ്റാണ്. അവര് റിഫൈനറി കണ്ടുപിടിച്ചു, എണ്ണ ശുദ്ധീകരണ ശാലകൾ കണ്ടുപിടിച്ചു, അതിനുള്ള മെഷീനുകൾ കണ്ടുപിടിച്ചു, അത് ഉപയോഗിക്കാനുള്ള വാഹനങ്ങൾ കണ്ടുപിടിച്ചു, അത് ഉപയോഗിക്കാനുള്ള യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. അപ്പൊ അതിന് വില കിട്ടി, എണ്ണക്ക് വില കിട്ടിയപ്പോ അറബിക്ക് കായായപ്പോ നമ്മളി പല ആളുകളും അവിടെ പോയി. അങ്ങനെയാണ് ഇവിടുത്തെ കേരളത്തിലെ പല പണക്കാരും ഉണ്ടായത്. ഇപ്പൊ ഈ മേനി നടിച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ, കോടീശ്വരന്മാരും മറ്റൊക്കെ. ഇതൊക്കെ യൂറോപ്പിന്റെയും അതുപോലുള്ള രാജ്യത്തെ ആളുകളുടെ അധ്വാനത്തിന്റെയും പരിശ്രമങ്ങളുടെയും നേരം വെളുപ്പിക്കലിന്റെയും ബൈ പ്രൊഡക്റ്റായിട്ട് കിട്ടിയ അനുഗ്രഹമാണ്. നാളെ എങ്ങാനും സോളാർ ഊർജം മതി ഇനി ലോകത്ത്, ഈ എണ്ണയോർജം ഇനി ആവശ്യമില്ല എന്ന് ലോകത്താണ് കണ്ടുപിടിച്ചാണ്ടല്ലോ, അറബികളെ തുണിയാണ് എടുക്കൂല. എഴുതി വെച്ചോളിങ്ങൾ, അറബികൾ തുണി എടുക്കൂല. ഇനി സോളാർ ഊർജം മതി ലോകത്ത് വാഹനങ്ങൾ ഓടിക്കാനും യന്ത്രങ്ങൾ പ്രവർത്തിക്കാനും മറ്റുള്ളതിനൊക്കെ ഈ സോളാർ ഊർജം മതി. നേരിട്ട് സോളാർ ഊർജം ഇത്ര വിലയും കൊടുക്കണ്ട, ഇത്ര അധ്വാനം വേണ്ട, ആർക്കും നേരിട്ട് ഉപയോഗിക്കാം. ഈസി ആയിട്ട് അത് ഒരാൾ കണ്ടെത്തി കഴിഞ്ഞാൽ കഴിഞ്ഞു കഥ. അറബിയുടെ കഥ കഴിഞ്ഞു, ആഫീസ് പോയി. അതാണ് ഇത്. അപ്പൊ എന്താ നമ്മൾ വൈഫജിറൂന ഹാത്തഫ്ജീർ. അപ്പോ ഈ ഇബ്രാഹിം മൂസാ നബിയുടെ അറിവ് പറഞ്ഞപ്പോ അത് ഒന്നും നിർബന്ധിക്കുന്നില്ല. വലാ ബിക്റുൻ, അതാണ് ബുക്കൂർ. ഇവര് അബുക്കാറ ബിക്കർ ബുക്കൂർ എന്നൊക്കെ പറയുമ്പോൾ ചിലയിടത്ത് എന്താ എഴുതിക്കണോ, ചിലയിടത്ത് കന്യകമാരെന്ന് എഴുതിക്കണം, ചിലയിടത്ത് എന്താ എഴുതിക്കണെന്ന് പറഞ്ഞാല് ഈ പശുവിനൊക്കെ കന്യകാന്ന് എഴുതിക്കണോ, കന്യകയാണ് ആ പശു. ഇനി അത് തന്നെ നടക്കട്ടെ. അതേപോലെ തന്നെ അസാറബുക്കയും കല്ലൊക്കെ കൊണ്ട് അയ്യപ്പുതിരാവും അസുവാജ ഖൈറമിൻ കൊണ്ട് മുസ്ലിമാത്തിൻ മോമിനാത്തിൻ കാനിത്താത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ സയ്യിബാത്തി എന്ന് പറഞ്ഞിട്ട് അബുക്കാറാന്ന്, അവിടെയും പോലെ അബുക്കാറാന്ന് പറഞ്ഞ കന്യകമാരായ പെണ്ണുങ്ങളെ നബിക്കല്ല വേറെ കൊടുക്കുന്നുള്ള കാര്യം തീർത്താലും അങ്ങനെ എഴുതിക്കുന്നത്. ലോകത്ത് ഈ ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുന്നവർ, ഭൂമിയിൽ ശാന്തിയും സുരക്ഷിതത്വവും നൽകുന്നവർ, ദൈവികമായ വിധിവിലക്കുകൾക്ക് അധികമായി അനുസരിക്കുന്നവർ, അതിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ദൈവികമായ വിധിവിലക്കുകളിലേക്ക് ആളുകളെ മടക്കി കൊണ്ടുവരുന്നവർ, അതുപോലെ തന്നെ ഈ ദൈവികമായ വിധിവിലക്കുകൾ ഉപയോഗിച്ച് ലോകത്ത് ഒരു പുലരി കൊണ്ടുവരുന്നവർ, അങ്ങനത്തെ ആളുകളൊക്കെ നിങ്ങളെ വേറെടുത്തി കളഞ്ഞാലും അള്ളാഹു വേറെ പ്രവാചകന് കൊടുക്കുന്നതാണ് ആ പറഞ്ഞത്. പെണ്ണുങ്ങളെ കൊടുക്കുന്ന കാര്യമൊന്നുമല്ല. അതാണ് ബിക്കർ. നിങ്ങൾ വിട്ടുപോയാൽ നിങ്ങളൊരു സമൂഹം വിട്ടുപോയിക്കോടി പ്രശ്നമല്ല. പക്ഷേ മുസ്ലിമാത്തുകളായ ഭൂമിയിൽ സുരക്ഷിതത്വം ഉണ്ടാക്കുന്നവർ, മൂമിനാത്തുകൾ ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുന്നവർ, സായിഹാത്തിൻ ദൈവത്തിന് അങ്ങേയറ്റം അനുസരിക്കുന്നവർ, തായിബാത്തിൻ ദൈവിക വിധിവിലക്കുകളിലേക്ക് തിരിച്ചു വരുന്നവർ, സയ്യിബാത്തിൻ ദൈവിക വിധിവിലക്കുകളിലേക്ക് ആളുകളെ മടക്കിക്കൊണ്ടുവരുന്നവർ, അബുക്കാറ ദൈവിക വിധിവിലക്കുകളനുസരിച്ച് ഭൂമിയിൽ ഒരു പുലരി ലോകത്തുണ്ടാക്കുന്നവർ, ഇങ്ങനത്തെ സമൂഹങ്ങളെ പ്രവാചകന് വേറെ കൊണ്ടുവന്ന് കൊടുക്കും അല്ലാഹു. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പോയിക്കോളൂ, അത് അല്ലാഹുവിന് പ്രവാചകന് വിഷയമല്ല. ഇത് പെണ്ണുങ്ങളെ കാര്യം തീർത്ത നല്ല അപ്പൊ വേഗം കാര്യം തീർക്കുമല്ലോ. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക, വേഗം പോയിക്കാൻ ചെയ്യും. അല്ല എനിക്ക് അബുക്കാറുകളെ തരാന്നാ പറഞ്ഞത്. ഏത് 10-15 കൊല്ലായിരുന്നിന്റെ ഒപ്പം കൂടിയിട്ട് പോയിക്ക അവിടുന്ന് നല്ല പറയാ. നിങ്ങളെ കാര്യം നിങ്ങളുടെ ഒരാള് സ്വകാര്യം പറയും, അത് വേറെ കാര്യം. അതാണ് അബുക്കാറ. ഒക്കെ പുലരിയാണ്. ഒരു സന്ധ്യാസമയവും ഒരു പ്രഭാതത്തിലും. അതാ ബിക്കർ ബക്കറ. അല്ലാതെ മച്ചിയല്ല,
കന്യകയല്ല, പ്രസവിക്കാത്തോളും അല്ല, വേറൊന്നുമല്ലാന്ന് ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. വേറെ പച്ച മലയാളം ഇപ്പൊ പറയാം. അപ്പൊ അതാണ് അറുക്കുക എന്ന് പറയുന്നത്. അതാണ് ഈ അവരുടെ വിശ്വാസത്തെ മുഴുവൻ അറുത്ത് കളഞ്ഞ് ഈ ആശയത്തിന് വേണ്ടി ത്യാഗം ചെയ്യാനാണ് ആ സമൂഹത്തോടും കൽപ്പിച്ചത്. അതേ കൽപ്പന തന്നെയാണ് ഇബ്രാഹിം നബിയോട് മകനോട് പറയാൻ പറഞ്ഞത്. അതാണ് കൽപ്പന. അതാണ് കൽപ്പന. ഒരിക്കലും ഒരു നീച പ്രവൃത്തി അള്ളാഹു കൽപ്പിക്കൂല മകനെ അറുക്കാനേ. ഇൻഷാ അള്ളാഹു സത്യത്തിന് ഇൻഷാ അള്ളാഹു മിന സാബിരീൻ. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ക്ഷമിച്ച് വളരെ സഹിച്ച് പ്രയാസങ്ങൾ തരണം ചെയ്ത് താങ്കളുടെ കൂടെ അധ്വാനിക്കുന്ന ആളായിട്ട് നിങ്ങൾക്ക് എന്നെ കാണാം. ഒരിക്കലും താങ്കളുടെ കൂടെ ഈ ആശയം വിട്ടു പോവുകയില്ല. താങ്കളുടെ കൂടെ ഞാൻ നിൽക്കാം. താങ്കൾക്ക് എന്നെ കണ്ടെത്താൻ കഴിയും. മറ്റതെങ്ങനെ കണ്ടെത്തണോ? അറുത്ത് കളഞ്ഞാൽ പോയില്ലേ. പിന്നെ സാബിരീങ്ങളുടെ കൂട്ടത്തിൽ മൂപ്പരപ്പം എവിടെ ആളെ കിട്ടണം? ഫലമ്മ അസ്ലമ. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ ആ ആഗ്രഹങ്ങൾക്ക്, ആ വിഷന് രണ്ടുപേരും അനുസരിക്കുകയാണ്. ഒരാളൊറ്റക്കല്ല. കൽപ്പന ഇബ്രാഹിം നബിക്കാണെങ്കിൽ ഇബ്രാഹിം നബി മാത്രം അനുസരിച്ചാൽ പോരെ അറുക്കാനുള്ള കൽപ്പന? ഇത് ഒരാളുടെ ജീവിതം ഈ ആശയത്തിന്, രണ്ടുപേരുടെയും ജീവിതം ആശയത്തിന് ബലി അർപ്പിക്കുക എന്നുള്ളത് ഹാർഡ് വർക്ക് ചെയ്യാന്നാണ് അതിന്റെ അർത്ഥം. ബലി കൊടുക്കാന്ന്. അത് പണ്ട് രാജാക്കന്മാർക്കാണ് ബലി കൊടുക്കാന്ന് പറഞ്ഞാൽ അറുത്ത് കൊടുക്കാന്ന്. പണ്ട് ശിലായുഗത്തിലുള്ളതാ. ബലി എന്ന് പറഞ്ഞാൽ ആത്മസമർപ്പണമാണ്. ഈ ആശയത്തിന് വേണ്ടി ആത്മസമർപ്പണം ചെയ്യുക. അങ്ങനെ അവർ രണ്ടുപേരും വില്ലിങ് ആയപ്പോൾ, അതിന് തയ്യാറായപ്പോൾ വതല്ലഹു, ആ മകനെ അദ്ദേഹം തയ്യാറാക്കി. തെല്ല എന്ന് പറഞ്ഞാൽ അതിന് അദ്ദേഹത്തിന് തയ്യാറാക്കിയെന്നാണ്. തെല്ല അത് ഒരർത്ഥം മാറ്റി പറയണം ഞാൻ. ഇപ്പൊ അതിനെന്താന്ന് പറഞ്ഞാൽ ചെരിച്ച് കടത്തിയെന്ന വിലയിരുത്തി. തെല്ല എന്ന് പറഞ്ഞാൽ അതിന് മൂപ്പരത്തെ ഈ കുട്ടിയെ അദ്ദേഹം തയ്യാറാക്കി, പഠിപ്പിച്ച് തയ്യാറാക്കി ഒരു ദൗത്യത്തിന് ഇറക്കുകയാണ്. ലിൽ ജബീൻ, ആ ഊശര ജബന എന്ന് പറഞ്ഞാൽ വറ്റുവരന്റെ പ്രദേശം എന്നാണ്. വറ്റുവരന്റെ പ്രദേശം എന്നാണ് ജബീൻ, വറ്റുവരന്റെ പ്രദേശം. അതാണ് വൈറദി സറീൻ എന്ന് പറഞ്ഞത്. ജബീൻ എന്ന് പറഞ്ഞാൽ വറ്റുവരന്റെ ഭൂമി, വറ്റുവരന്റെ പ്രദേശം. അതാണ് വൈറദി സറീൻ എന്ന് പറഞ്ഞു. ഒരു സ്ഥലത്ത് കൃഷിയില്ലാത്ത ഭൂമി എന്ന് പറഞ്ഞു. കൃഷി എന്ന് പറഞ്ഞാല് അവിടെ മത്തനും കുമ്പളൊന്നും ഇല്ലാത്ത ഭൂമി എന്നല്ല അർത്ഥത്തിനല്ല, ചക്കി മാങ്ങിയൊന്നും ഇല്ല എന്നല്ല. ഈ ആശയത്തിന്റെ കൃഷിയാണ്. അപ്പോ ഒരു ഊശര ഭൂമി, ഒരു ആശയം അവതരിപ്പിക്കാത്ത ഒരു ഊശര ഭൂമിക്ക് വേണ്ടി ആ മകനെ അദ്ദേഹം തന്റെ കൂടെ ഈ ദൗത്യത്തിന് വേണ്ടി അദ്ദേഹം തയ്യാറാക്കി. രണ്ടു കൂട്ടരും ഇതിന് തയ്യാറായി എന്ന് കണ്ടപ്പോൾ പിന്നീട് അദ്ദേഹം ചെയ്തത് എന്താണ്? ഈ മകനെ അദ്ദേഹം തയ്യാർ ചെയ്തു, പഠിപ്പിച്ച് തയ്യാറാക്കി. ലിൽ ജബീൻ, ആ ഊശര ഭൂമിക്ക് വേണ്ടി. ജബീൻ എന്ന് പറഞ്ഞാൽ ഊശര ഭൂമി എന്നാണ്, പറ്റുവരേണ്ട ഭൂമി. ഇതെന്താണ് നെറ്റിങ്ങനെ നോക്കിയിട്ട് ഇങ്ങോട്ട് അറുത്തിട്ടും കത്തി തെറിക്കാത്തത്. എന്നാൽ അതേ കത്തി കൊണ്ട് പാറ മുറിച്ചപ്പോ പാറ രണ്ട് കഷ്ണമായി. പക്ഷെ ഇത് മുറിയുന്നില്ല. അത് നിങ്ങളെ എവിടെ ആരോ പറഞ്ഞത്, മുഹറം തൊട്ടിട്ട് ഒരു 5000 റുപ്യ കൊണ്ട് ചെയ്യേണ്ട ത്യാഗം, ബന്ധത്യാഗം. വെറും 5000 റുപ്യ മതി ഒരു ആട്ടിൻകുട്ടിനെ വാങ്ങാം. ഇബ്രാഹിം നബിയുടെ ത്യാഗം 5000 റുപ്യ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ത്യാഗം. ഒരു 5000 റുപ്യ ഉണ്ടെങ്കിൽ ഒരു ആട്ടിൻകുട്ടിനെ കിട്ടും. മഹാത്യാഗം. ഇബ്രാഹിം നബി ചെയ്ത ലോകത്തിന്റെ മഹാത്യാഗം എന്താണ്? ആ ത്യാഗം നമ്മളും ചെയ്യാം. ആട്ടിൻകുട്ടിനെ അറുക്കുക. ആട്ടിൻകുട്ടിനെ അറുക്കാൻ എത്ര വേണം? ഒരു 5000 റുപ്യ. അതിന് നിങ്ങൾ പറഞ്ഞ പോലെ മുഹറത്തിൽ തുടങ്ങും അറുക്കാൻ തുടങ്ങിയത്. ദുൽഖഅദ ദുൽഹജ്ജ് കഴിഞ്ഞാൽ ഇത് മുറിയില്ല. പണ്ട് ആരോ പറഞ്ഞുകൊണ്ടാണ്, ഒരു സീരിയലാണെങ്കിൽ ഇതിനേക്കാളും വേഗത്തിൽ കഥ അവസാനിക്കുന്നു. ആരോ പറഞ്ഞുകൊണ്ടാണ്. അത് എനിക്ക് നല്ലോണം പറ്റി. സീരിയൽ കഥകളാണ് എപ്പിസോഡ് 300-500 എപ്പിസോഡ്. ഇത് തന്നെ പറയുന്നത് അതിനേക്കാളും വലിയ എപ്പിസോഡാ. മുഹറം, ദുൽഖഅദ, ദുൽഹജ്ജ്. മുഹറം മാസം 1-ാം തീയതി തുടങ്ങും ഇബ്രാഹിം നബി മകനെ കുളിപ്പിച്ച് ഒരുക്കല്. ഞങ്ങളവിടെ ഒരാള് വിഷയത്തിന് പോകുമല്ലോ. ഞങ്ങളവിടെ ഒരാൾ മയ്യത്ത് കുളിപ്പിച്ചാൽ 16 വെള്ളിയാഴ്ച പറഞ്ഞു. ചേർച്ച് കിടത്തലും മലത്തി കിടത്തലും തുണി ഏതിനൊക്കെ തിരികലും ഒപ്പിയെടുക്കലും അവസാനം ഒരാൾക്ക് സഹി കെട്ടിട്ട് വന്നോ ഒരു ഊമക്കത്തെഴുതി മിമ്പർമ വെച്ചു. മനുഷ്യന് ഒരുപാട് ജീവൻ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ഈ ലോകത്ത്. മനുഷ്യന്റെ ജീവിതം തന്നെ മയ്യത്തായിക്കൊണ്ടിരിക്കുകയാണ്. പോലെ
അതിന് വല്ല പരിഹാരം ഉണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച മുതൽ പറയണം, ദയവ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഞാനിനി ഇവിടേക്ക് പേരില് നിർത്തുകയാണ്. കാരണം 16 വെള്ളിയാഴ്ച മയ്യത്താണ് കുളിപ്പിച്ചു. 16 വെള്ളിയാഴ്ച മയ്യത്ത് കുളിപ്പിച്ചിട്ട് മയ്യത്ത് കുളിപ്പിക്കൽ തീർന്നില്ലേ? ഒരു ആചാര്യക്ക് പിരാന്തായിട്ട്, എനിക്കറിയാം, എൻ്റെ ഒരു പരിചയത്തിലുള്ള മോബിലൊക്കെ തലക്ക് പിരാന്തത് കേട്ടിട്ട് ഒരു മീൻപറമ്പ രൂപക്കത്തെ വിചാരിച്ചു, ദയവ് ചെയ്തത് അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് മുതലെങ്കിലും മനുഷ്യന് വേണ്ട വല്ല കാര്യങ്ങളും പറഞ്ഞാൽ നന്നായിരുന്നു. എന്നെ പോലെയുള്ള ഈ വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന ആളുകൾക്ക് ഈ മയ്യത്ത് കുളിപ്പിക്കണ കേട്ടിട്ട് മടുത്തു പോയി എന്ന് പറഞ്ഞിട്ട് ഇതാണ്. ഇന്ന പോലെ തന്നെ ഈ എൻ്റെ 50 വയസ്സായി, 50 വയസ്സായി ഈ കുട്ടിനെ അറുക്കാൻ കൊണ്ടായാലും തുടങ്ങിയിട്ട് ഇതുവരെ അറുത്തിട്ടില്ല. ഈ അറുക്കാൻ കൊണ്ടായാലും ഈ കടത്തലും ഈ മലക്കിന്റെ വിളിയാളും ഇതിങ്ങോട്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളൊരു 5000 റുപ്യ മുടക്കിയിട്ട് ഒരു ആട്ടുംകുട്ടിനെ വാങ്ങി അറുക്കുക. എന്നാലോ എന്നാ ഇബ്രാഹിം ഇവിടെ ത്യാഗമായി. ഓ എന്നാ ശരി, ഒരു 1 ഇഞ്ചും ചേർത്തിക്കോളി, എന്നാ സ്വർഗം കിട്ടുക. എന്നാ ഒരു 5000 റുപ്യ എഴുതിക്കോളി, ഏതായാലും ഈസി വാക്കോറല്ലേ. ഇതാണ് ഇവിടുത്തെ ത്യാഗം. അതാണ് ആ വിഷയത്തിൽ നിന്ന് പോയി. വല്ലഹു, ആ മകനെ അദ്ദേഹം തയ്യാറാക്കി, ലിൽ ജബീൻ, ഒരു ഊഷര ഭൂമിക്ക് വേണ്ടി. ഈ ആശയം അവതരിപ്പിക്കപ്പെടാത്ത, ഈ ആശയം പഠിപ്പിക്കാത്ത ഒരു വറ്റുവരണ്ട ഭൂമിക്ക് വേണ്ടി ഈ മകനെ അദ്ദേഹം തയ്യാർ ചെയ്തു. അങ്ങനെ വനാദൈനാഹു, അയ്യാ ഇബ്രാഹിം, നാം വിളിച്ചു എന്ന് പറഞ്ഞാൽ ദൈവികമായ നിയമങ്ങളുടെ വിളിയാളം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകണത്. അപ്പൊ നിതാവ് പറയേണ്ടത്. ഇതാണ് നിങ്ങൾ എന്നോട് ഒരു വിഷയം പറഞ്ഞാൽ പിന്നെ അയിമത് പോകണത്. നിതാവ് പറഞ്ഞാലേ വിളി എന്താന്ന് മനസ്സിലാവുള്ളൂ. നിതാവ് പറഞ്ഞാലേ വിളി എന്താന്ന് മനസ്സിലാവുള്ളൂ. നമ്മളെ വിചാരം അള്ളാഹു 1-ാം ആകാശത്തെ ഇബ്രാഹിമേ, മതി ഈശ്വരൻ നിർത്തി, അള്ള ഇറങ്ങി വന്ന് വിളിച്ചു, അല്ലെങ്കിൽ മലക്കിങ്ങനെ മലക്കിങ്ങനെ കാണും, മതി മതി മതി. അല്ലദീന യതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ. അങ്ങനെ ഒരുപാട് പറയുന്നുണ്ട്, അത് മുഴുവൻ പറയാൻ പറ്റില്ല. ഇന്നാ സമീന മുനാദിയൻ, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളുടെ പ്രതികരണം, ഞങ്ങളൊരു വിളിയാളം കേൾക്കുന്നു. ഇന്നാ സമീന മുനാദിയൻ, ഒരാൾ വിളിച്ചു പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നു. യുനാദി, അയാൾ വിളിച്ചു പറയുന്നു. നാദാ യുനാദി, അയാൾ എന്താ വിളിച്ചു പറയുന്നത്? ആമിനൂ ബി റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിക്കുകയും അവരുടെ ആശയങ്ങൾ ഭൂമിയിൽ നടപ്പിലാക്കുകയും ചെയ്യൂ എന്നൊരു ആരാ വിളിച്ചു പറയുന്നത്? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ആ നിയമങ്ങളാണ്. ആ നിയമങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അവന്റെ മനസ്സിൽ നിന്നുണ്ടാകുന്ന വിളിയാളാണത്. അതാ വിളിയാളം. മറിയമിനെ വിളിച്ചത് ആരാ മറിയമിനെ വിളിച്ചത്? വനാദാഹ മിൻ തഹതിഹ, അവിടെ നാദാന്ന് പറഞ്ഞു. വനാദാഹ മിൻ തഹതിഹ അല്ലാ തഹസനി വഖദ് ജഅല റബ്ബുക തഹതക സരിയ വഹുസി ഇലൈകി ബിജിദിൻ നഖലതി തുസാഖിതി ഇലൈകി റുതബൻ ജനിയ. ഇതൊക്കെ ആരാ വിളിച്ചു പറയുന്നത്? വകുലി വശറബി വകറി ഐനൻ വഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദ. ബലന്തേരിക്കണം. ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടി അങ്ങനെ വിളിച്ചു പറഞ്ഞു പോയി, മറിയമേ, അതാ അതിന്റെ താഴെ ഒരു വെള്ളം, അതിന് കുടിച്ചോ, ഈത്തപ്പനെ പിടിച്ച് കുലുക്കിക്കോ. പ്രസവ വേദന ഉണ്ടായപ്പോ. വേറെ ചിലർ പറയുന്നത് ജിബിരിയിൽ വന്ന് പറഞ്ഞു എന്നാണ്. ഒന്നും കൂടി പുരോഗമിച്ച ആളുകൾ പറയുന്ന മൂപ്പത്തിയുടെ ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു, യൂസഫ് എന്ന് പറഞ്ഞിട്ട് ഒരാള്, ജോസഫ്. മൂപ്പര് അവിടെ നിന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 3 വ്യാഖ്യാനാണ് അതിന്. 3 പൊട്ടത്തരാണ്. ഒന്നിപ്പോ ഒരു ഭർത്താവ്, പ്രവാചകനായ ഭർത്താവ്, പ്രസവ വേദന കൊണ്ട് പുളകം കൊള്ളുന്ന, വേദന സഹിക്കാതെ പെടയുന്ന പെണ്ണിനോട് ഈത്തപ്പനെ കുടിച്ച് കുലുക്കി കേട്ടോ, അതാ അവിടെ പോയി വെള്ളം കുടിച്ചോ, മൂപ്പര് കുറച്ച് വെള്ളം കൊടുന്നു കൊടുക്കല്ലേ ചെയ്യാം, എന്നാ കുടിച്ചോ. ആ ഈത്തപ്പനമ്മ കയറിയിട്ട് പഴം പറിച്ചു കൊടുക്കല്ലേ ചെയ്യാം. എടി ഇന്നാ തിന്നട്ടോ, പേടിക്കണ്ട. ഏത് മൂപ്പര് വൈകിങ്ങനെ കൊടുത്തിരിക്കുക. ഈത്തപ്പനെ പിടിച്ച് കുലുക്കി തിന്നോ. അത് ജോസഫ് ഭർത്താവ് പ്രവാചകനും കൂടിയാണ്. പിന്നെ ഒരാൾ പറയുന്നത് ഒരു കുട്ടിയാണ്, കുട്ടി അതിനെ വിളിച്ചു പറഞ്ഞു പോയത്. വേറെ ആള് പറയുന്നത് എന്താണ്? ജിബ്രീല്. ഇതൊന്നുമല്ല. ആ ഉറച്ച ഒരു സന്ദേശത്തിൽ അവൾ എത്തിപ്പെട്ടപ്പോ അവളുടെ മനസ്സിൽ നിന്നുണ്ടായ വിളിയാണത്. അതാണ് ഈത്തപ്പന.
അതാണ് അവൾ ഈത്തപ്പന. അത് നമ്മൾ മുമ്പ് ഒരിക്കൽ പറഞ്ഞു, ഇനിയിപ്പോ പറയേണ്ട ആവശ്യമില്ല. അവളൊരു ഈത്തപ്പന തടിയിലാണ് ചെന്ന് പിടിച്ചതെന്ന് പറഞ്ഞാല് പുളിക്കൊമ്പ പിടിച്ചതെന്ന് നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഉറച്ച ഒരു ആശയത്തിലാണ് അവൾ ചെന്ന് പെട്ടത്. ആ ഉറച്ച ഒരു ആശയത്തിൽ ചെന്ന് പെട്ടപ്പോ അവളുടെ മനസ്സിൽ നിന്നുണ്ടായ വിളിയാളാണത്. ഇത് ദൈവിക ജ്ഞാനമാണത്, കുടിക്കണം, അതിലെ ഫലങ്ങൾ തിന്നണം, മനസ്സമാധാനം കണ്ടെത്തണം, മനസ്സിന് ശാന്തിയും സമാധാനവും കണ്ടെത്താൻ പറ്റിയ ജ്ഞാനമാണ്, അറിവാണ് എന്നുള്ള ഒരു ബോധോദയവും അറിവും അവളുടെ മനസ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതാ മനസ്സിലില്ല. അല്ലാതെ ആരാണ് അവിടെ കർത്താവ് ആരാണില്ല. ഇവിടെ അള്ള വിളിച്ചു എന്ന് പറഞ്ഞാൽ അള്ള ഇറങ്ങി വിളിക്കല്ല. അള്ള ഇറങ്ങി വിളിക്കൂലെന്ന് കണ്ടപ്പോ ഇവര് ജിബിരിയിലിനാക്കിക്കപ്പെടെ. ഇപ്പൊ ഇബ്രാഹിം ഇവിടെ വിളിയിൽ ഇവര് അള്ളാന്ന് പറയില്ല, ജിബിരിയിൽ എന്നാ പറയാം. ഇപ്പൊ നാദൈനാഹു നാം വിളിച്ചു എന്നാ അള്ള പറയുന്നത്. അള്ളാഹു എന്ന് പറഞ്ഞാൽ ദൈവികമായ നിയമങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ ആ വിളിയിൽ നിന്നുണ്ടായതാണ് എന്ത്? അൻസത്തറിയ തന്റെ വിഷൻ, തന്റെ ദീർഘദർശനം താൻ നടപ്പിലാക്കിയിരിക്കുന്നു, അത് സത്യപ്പെടുത്തിയിരിക്കുന്നു. കാരണം അതവരവിടെ നടപ്പിലാക്കുകയാണ്. ഇത് നടപ്പിലാക്കി കഴിഞ്ഞു എന്നുള്ള ഒരു ബോധം, ഒരു തിരിച്ചറിവ് അവരുടെ മനസ്സിൽ നിന്ന് അവർക്കുണ്ടായി കഴിഞ്ഞു. അതാണ് ആ തിരിച്ചറിവ്. അത് തിരിച്ചറിവ് അവർക്കുണ്ടായി കഴിഞ്ഞു. ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ, സമൂഹത്തിന് നന്മ ചെയ്യുന്ന ആളുകൾക്ക് നാം അപ്രകാരമാണ് പ്രതിഫലം കൊടുക്കുക. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ഇത് ദൈവത്തിന്റെ വ്യക്തമായ ഒരു അനുഗ്രഹവുമായിരുന്നു. വഫദൈനാഹു ബിദിബ്ഹിൻ അലീം, അദ്ദേഹത്തിന് ഈ മഹത്തായ തന്റെ ത്യാഗങ്ങൾക്കുള്ള പകരമുള്ള പ്രതിഫലം നാം അങ്ങനെയാണ് നൽകുക. അപ്പോൾ ഫദൈനാഹു, നാം അദ്ദേഹത്തിന് പകരമായി പ്രതിഫലം നൽകി. എന്തിനു പകരമായിട്ട്? ബിദിബ്ഹിൻ അലീം, അദ്ദേഹം ചെയ്ത മഹത്തായ ത്യാഗത്തിന്. എന്താണ് അദ്ദേഹം ചെയ്ത മഹത്തായ ത്യാഗം? ഈ ആശയത്തിന് വേണ്ടി. അതാണ് മഹാബലി. നമ്മളെ ഓണത്തിന് വരുന്ന മഹാബലി ഇല്ലേ, അതാണ് മഹാബലി. മഹാബലിക്ക് പകരമായിട്ട് നാം അദ്ദേഹത്തിന് പ്രതിഫലം നൽകുകയും ചെയ്തു. ഓ ഫദൈനാഹു, നാം അദ്ദേഹത്തിന് പ്രതിഫലം നൽകുകയും ചെയ്തു. എന്തിന്? ബിദിബ്ഹിൻ അലീം, മഹത്തായ ഒരു ബലിക്ക്, മഹത്തായ ഒരു ബലി കൊണ്ട്, മഹത്തായ ഒരു ജീവിത ത്യാഗമാണ് അദ്ദേഹം ചെയ്തത്. ആ ജീവിത ത്യാഗം കൊണ്ടുള്ള പകരപ്രതിഫലവും ഞാൻ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ഇതാണ് ഇബ്രാഹിം ചെയ്ത ത്യാഗം. ഇത് നമുക്ക് മാതൃകയാണോ? മാതൃകയാണ്. ഈ ആശയത്തിന് മകനാകട്ടെ, നമ്മുടെ സമൂഹത്തിൽ ഇതിന് ഭാഗമായ നമ്മുടെ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളാകട്ടെ, ആരായാലും ഈ ആശയത്തിന്, ഈ ദൗത്യത്തിന്, അതിന് അധ്വാനിക്കാനും പരിശ്രമിക്കാനും, ഈ ആശയത്തിന് വേണ്ടി പണിയെടുക്കാനും ഒരു ആൾ വളർന്നു വലുതായി പ്രായമാറ്റിയാൽ ഈ ആശയത്തിന് ത്യാഗം ചെയ്യാൻ അവനെ വിളിച്ചു പറയാം, അവനെ ഇതിന് സജ്ജമാക്കാം, ഇതിനവനെ പഠിപ്പിച്ച് തയ്യാറാക്കാം. അങ്ങനെ തയ്യാറാക്കി അധ്വാനിച്ചാൽ അതിന്റെ ഫലം കിട്ടും. ഈ ആയത്ത് ഇന്നും പ്രായോഗികമാണോ? ഇന്നും പ്രായോഗികമാണ്. ഇങ്ങനെയാണെങ്കിൽ അല്ലെങ്കിലോ രാത്രി കിനാവ് കാണാൻ നമുക്ക് പറ്റുമോ? പറ്റൂല. ഇനി മകനെ അറക്കാൻ കിനാവ് കണ്ടാൽ തന്നെ ഓനെ വിളിച്ചിട്ട് പറയാൻ പറ്റുമോ? പറ്റൂല. പറഞ്ഞാൽ തന്നെ ഓനെ കിട്ടുമോ? കിട്ടൂല. അപ്പൊ വേറെ പണി നോക്കി, നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. നിങ്ങൾക്കിപ്പോ 50-50 വയസ്സായി, നിങ്ങൾ കുറെ കാലം ജീവിച്ചു, ഞാൻ ജീവിതം തുടങ്ങണുള്ളൂ, നിങ്ങൾക്ക് പണി നോക്കാന്ന് പറഞ്ഞേ. കിട്ടുമോ? ഈ ആയത്ത് ഇനി എന്തിനാ ഖുർആനില്? അത് വെറുതെ കാണാൻ, ചന്തത്തിന്, വെറുതെ കൂലിക്ക് ഓടാന്. ഈ സംഭവമാണെങ്കിൽ ഈ ആയത്തിന്റെ പ്രസക്തി ഇന്നെന്താ? ഒന്നുമില്ല. വെറുതെ കൂലിക്ക് ഓടാൻ, നമുക്ക് കൂലി കിട്ടും ഓതിയാല്. നേരെ മറിച്ച് ഇതാണെങ്കിലോ, തന്റെ മകനാകട്ടെ, തന്റെ സമൂഹത്തിൽ ആരാകട്ടെ, ഈ ആശയത്തിന്, മകനെ ഈ സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി, മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി നീയും എൻ്റെ കൂടെ അധ്വാനിക്കാൻ കൂടുവോ? ആ വാപ്പ കൂടാ. അങ്ങനെ അവന് അതിന് സജ്ജമാക്കുക, അതിനുള്ള വിജ്ഞാനം കൊടുക്കുക, അതിനുള്ള അറിവ് കൊടുക്കുക, അതിനുള്ള ജ്ഞാനം കൊടുക്കുക, അതിന് തയ്യാറാക്കുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അധ്വാനിച്ചാൽ അതിന്റെ ജസാവ് കിട്ടുമോ? ഫലം കിട്ടുമോ? ഫലം കിട്ടും. സ്വപ്നം പറയില്ല. ഇവർ വ്യാമോഹിപ്പിക്കുകയാണ്, കൂലി കിട്ടുന്ന വ്യാമോഹിപ്പിക്കുക. പക്ഷെ ഖുർആൻ കൂലി തരിക ചെയ്യുക. അത് ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. മതം മനുഷ്യനെ വ്യാമോഹിപ്പിക്കുന്നു, ഖുർആൻ നേരിട്ട് കൂലി കൊടുക്കുന്നു. അതാ ഖുർആൻ ദീനും മതവും തമ്മിലുള്ള വ്യത്യാസം. ദീന് പ്രവർത്തനങ്ങളുടെ ഫലം നേരിട്ട് കാണിച്ചു കൊടുക്കുന്നു. ചിലപ്പോൾ വിപരീതാകാം, അത് വേറെ. പക്ഷെ ഫലം ഉണ്ടാവും. നന്മയായാലും തിന്മയായാലും ഫലം ഉണ്ടാവും. അതാ ദീനിന്റെ പ്രത്യേകത. മതം മോഹങ്ങൾ കൊടുക്കും, അതൊക്കെ അത് കിട്ടും മോനെ, ഇത് കിട്ടും, ഹൂറിലീങ്ങൾ കിട്ടും, സ്വർഗത്തിൽ കല്ല് കിട്ടും, തേൻ
ഈത്തപ്പനയിന്ന് തേന്, പിന്നെ ഈത്തപ്പനയിന്ന് കള്ള് കിട്ടും. അങ്ങനെ ഒരു ആയത്തുണ്ടല്ലോ, ഈത്തപ്പനയിൽ നിന്ന് കള്ള്, മുന്തിരിന്ന് കള്ള്. അങ്ങനെയൊക്കെ ഒരു ആയത്തുണ്ട്. ഞാൻ ചോദിച്ചു, കോടാനുകോടി സസ്യങ്ങൾ ലോകത്തുണ്ട്, അതിനൊക്കെ കിട്ടും കള്ള്, പിന്നെന്താ ഒരു ഈത്തപ്പനയിന്ന് മാത്രം? ആ വിഷയം ഇപ്പം ചോദിക്കണ്ട, അതിന് വലിയ വിഷയമാണ്. അത് കള്ളുകുടിയുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട കാര്യം. ലോകത്ത് എല്ലാ ഫലവർഗങ്ങളിൽ നിന്നും ചെടികളിൽ നിന്നും ഒക്കെ കള്ള് കിട്ടും. ഏതിന്നാ കള്ളുണ്ടാക്കാൻ പറ്റാത്തത്? നമ്മുടെ നാട്ടിൽ തേങ്ങയിന്ന് കിട്ടൂലേ, പിന്നെന്താ ഈത്തപ്പനയിന്ന് മാത്രം? ഈത്തപ്പനയിന്ന് മുന്തിരിന്ന് മാത്രം. തത്തഹിദൂന മിൻഹു സക്കറൻ. കള്ള് എന്നല്ല ആയിരക്കണക്കിന് വസ്തുക്കളില്ലേ മനുഷ്യ ശരീരത്തിന് ദോഷകരമായിട്ടുള്ളത്. അതിനെക്കുറിച്ച് എന്താ ഈ കിതാബ് പറഞ്ഞേക്കണത്? എന്താ വേറൊരു ആൽക്കഹോള്? അവിടെ അതൊന്നുമല്ല. അവിടെ ആ നെഹയിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ മറ്റേ മറിയമിന്റെ നെഹല് പറഞ്ഞത് തന്നെയാണ്, ആ ഈത്തപ്പനയാണ്. വളരെ ശക്തമായ വ്യക്തിത്വം, ആ വ്യക്തിത്വത്തിന്റെ ഫലങ്ങളാണ്. അങ്ങനത്തെ വ്യക്തിത്വമുള്ള ആളുകളിൽ നിന്ന് സമറാത്തുണ്ടാവും, ഫലങ്ങളുണ്ടാവും. അതാണ് നെഹയില്. അയനാബ് എന്ന് പറഞ്ഞാൽ മുന്തിരി എന്നല്ല, അത് വേറെ വിഷയം ഞാൻ പറയണം. എളുപ്പങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അപ്പൊ ഈ സ്വപ്നം എന്ന് പറഞ്ഞു തീർക്കട്ടെ. നെഹയിൽ എന്ന് പറഞ്ഞാൽ ഈത്തപ്പനിന്ന് കല്ലെടുക്കുക തരും. നെഹയിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ ആ മറിയം നെഹലത്തമ്മ പോയി പിടിച്ചില്ലെന്ന് പറഞ്ഞില്ലേ, ഈത്തപ്പനമ്മ പോയി. സ്ട്രോങ്, നല്ല സ്ട്രോങ് ആയ വ്യക്തിത്വങ്ങളുള്ള ആളുകളുണ്ടാവും. ആ വ്യക്തിത്വങ്ങളെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അവരിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അവരുടെ ഫ്രൂട്ട്സുകൾ, അവരുടെ പ്രവർത്തനങ്ങളുടെ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും അങ്ങനത്തെ വ്യക്തിത്വങ്ങളിൽ നിന്ന്. അതാണ് നെഹയില്. അത് ഫഈല് വസനാണ്. ഫഈല് വസനം എന്ന് പറഞ്ഞാൽ റഹീം. റഹീം എന്നൊക്കെ പറയും പോലെയാണ് നഹീൽ, റഹീം. ഫഈൽ ലഹീർ, ഫഈൽ വസന അലീം, സമീർ. സമീർ എന്ന പോലെയാണ് നഹീൽ. ഈത്തപ്പനല്ല. വളരെ സ്ട്രോങ് ആയ വ്യക്തിത്വങ്ങൾ ഉണ്ടാവും സമൂഹത്തിൽ. നല്ല പേഴ്സണാലിറ്റി, നല്ല വ്യക്തിത്വങ്ങളാണ്. അത് ഖുർആൻ പഠിക്കണം എന്നൊന്നുമില്ല. അങ്ങനത്തെ ചില വ്യക്തിത്വങ്ങൾ സമൂഹത്തിലുണ്ടാവും. അവരുടെ പ്രവർത്തന ഫലങ്ങളും റിസൾട്ടുകളും ഫ്രൂട്ടുകളും നിങ്ങൾ സമൂഹത്തിന് ഗുണകരമായിട്ട് ഉപയോഗിക്കണമെന്നാണ് ആ പറയുന്നത്. അത് പിന്നെ പറയാം അതെന്താണെന്ന്. അത് ആയത്ത് ഓതിയിട്ട് തന്നെ പറയണം. ഇപ്പൊ എനിക്ക് കാണാതെ ഫുള്ളായിട്ട് ഓർമ്മയില്ല. അപ്പൊ അതാണ് ഇവരെന്താണ്. ഞാൻ ചോദിച്ചു, കോടാനുകോടി വസ്തുക്കൾ ലോകത്തുണ്ട്, അതിനൊക്കെ കള്ളുണ്ടാക്കൂല, പിന്നെന്താ വേറൊരു മുന്തിരിച്ചാറ്? അതുകൊണ്ട് അപ്പോ ഇബ്രാഹിം നബിയുടെ സ്വപ്നം അതാണ്. ഈ ആയത്ത് ഈ രൂപത്തിലാണെങ്കിൽ ഇന്ന് ഈ ആയത്ത് വേണം. ഈ ആയത്ത് ഇന്ന് പ്രസക്തല്ലേ? പ്രസക്താണ്. മറ്റതാണെങ്കിലോ ഇന്നെന്താ? ഇന്ന് നമുക്ക് 5000 രൂപ കൊടുത്താൽ ഒരു ചെറിയ ആട്ടുംകുട്ടിന് അല്ലെങ്കിൽ ഒരു പങ്ക് ചേരാം, ഉളുഹിയ്യത്തിൽ പങ്ക് ചേരാം. മുഹമ്മദ് നബി കണ്ടതെന്നുണ്ടാ, മുഹമ്മദ് നബി അതും കൂടിയാണ് പറയുന്നത്. ലഖദ് സദഖല്ലാഹു റുഇയാ ബിൽ ഹഖ്. അല്ലാഹു തന്റെ ദൂതന്, റസൂലഹു തന്റെ ദൂതന്, അദ്ദേഹത്തിന്റെ വിഷനാണ്, അദ്ദേഹത്തിന്റെ സ്വപ്നം സത്യമായി സാക്ഷാത്കരിക്കപ്പെട്ടു. എന്താണ് ആ സ്വപ്നം? ലതദ്ഖുലുന്ന, നിങ്ങൾ പ്രവേശിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രവേശിക്കുക തന്നെ ചെയ്യും. തെക്കീതിന്റെ നൂനാണത്. അതിന്റെ മുമ്പിൽ ഒരു ലാ വന്ന ഒന്നും കൂടി ഉറപ്പിക്കാൻ പറയുന്നതാണ്. ലതഫ്അലുന്ന, നിങ്ങൾ പ്രവേശിക്കുക തന്നെ ചെയ്യും. എവിടെ? അൽ മസ്ജിദുൽ ഹറാം, അള്ളാഹുവിന്റെ വിധിവിലക്കുകളിൽ. അതാണ് മസ്ജിദുൽ ഹറാം. അള്ളാഹുവിന്റെ വിധിവിലക്കുകളിൽ നിങ്ങൾ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ. അതിന് പറയണില്ല, പരമപ്പെട്ട ആമിനീന, നിർഭയരായിക്കൊണ്ട്. മുടി കളഞ്ഞാൽ നിർഭയരാകുമോ? ഭയമില്ലാതിരിക്കുക എപ്പോഴാണ്? അപ്പം എനിക്ക് പേടില്ലാതിരിക്കുക എപ്പോഴാണ്? നിങ്ങളും കൂടി കൂടെ ഉണ്ടാകുമ്പോഴല്ലേ. എന്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്. ഇന്നപ്പോ പേടി തീരൂലേ? ഞാൻ ഒറ്റക്ക് പറയുമ്പോ പേടിയാണ് എനിക്ക്, അല്ലാതെ മുടി കളഞ്ഞാൽ എന്റെ പേടി മാറുമോ? മുടി കളയലും പേടിയും തമ്മിൽ എന്താ ബന്ധം? മുടി കളയലും പേടിയും തമ്മിൽ എന്താ ബന്ധം? മുഹല്ലിക്കീനാവുമ്പോഴാണ് പേടി തീരുന്നത്, നിർഭയരാകുന്നത്. ഒറ്റക്കും തെറ്റക്കുമല്ല. നേതൃത്വത്തെയോ സ്വസമൂഹത്തെയോ പേടിച്ചിട്ട് ഒറ്റക്കും തെറ്റക്കും നബിയുടെ അടുത്ത് വന്ന് മെല്ലെ സ്വകാര്യത്തില് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ മെല്ലെ ഈമാൻ കൊണ്ട് ഒളിച്ചോടുകയല്ല. ആ രാജ്യത്തുള്ള എല്ലാ ജനസമൂഹങ്ങളും അവരുടെ നേതൃത്വത്തിന്റെ കൂടെ, അവിടുത്തെ ചെറിയ ആളുകളും വലിയവരും ആയ ആളുകളൊക്കെ അതാത് നേതൃത്വത്തിന്റെ കൂടെ ഈ ദീനിൽ പ്രവേശിക്കുക തന്നെ ചെയ്യണമെന്ന ആ പ്രവാചകന്റെ സ്വപ്നം ഞാൻ സാക്ഷാത്കരിച്ചു കൊടുത്തിരിക്കുന്നു.
ആ സമൂഹം കൂടി കൂടെ ഉണ്ടാവുമ്പോഴാ പേടി തീരുക. അതാണ് പേടി തീരുക. ഒറ്റക്കും തെറ്റക്കും അവിടുന്ന് ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർ വളരെ രഹസ്യമായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും ആരെയും കാണാതെ, ഖുറൈശികളൊന്നും കാണാതെ, മക്കാ മുശ്രിക്കീങ്ങളൊന്നും കാണാതെ അരി മുക്കാലും ഒക്കെ ആയിട്ട് നബിയുടെ വന്ന് ഈമാൻ കൊള്ളുന്നതല്ല. അതുകൊണ്ടൊരു പ്രസ്ഥാനം, ഒരു പ്രത്യയശാസ്ത്രം വിജയിക്കില്ല. ഒരു പ്രത്യയശാസ്ത്രവും ഒരു പ്രസ്ഥാനവും വിജയിക്കുകയും വളർന്ന് പന്തലിക്കുകയും ചെയ്യണമെങ്കിൽ അവിടുത്തെ എല്ലാ ജനസമൂഹങ്ങളും ഇതിലേക്ക് കടന്നു വരണം. അതാണ് മുഹല്ലിക്കീന. കൂടെ റൂസക്കും, നിങ്ങളിലെ നേതാക്കന്മാരുടെ കൂടെ നേതാക്കന്മാരും കൂടി കൂടിക്കൊണ്ട്, നേതാക്കന്മാർ ഈ സമൂഹങ്ങളിലെ ഒന്നോ രണ്ടോ മൂന്നോ ഒറ്റക്കല്ല. അങ്ങനെ ആകുമ്പോൾ പേടി തീരൂല. ഞമ്മക്ക് ഇവിടുത്തെ സുന്നിയും മുജാഹിദും ജമാഅത്തും ഒക്കെ ഇതിൽപ്പിനും പേരിയാന്നല്ല, നമ്മക്ക് പിന്നെ ഒരു ധൈര്യമായി ആ ഉഷാറായി. മറ്റതിങ്ങനെ നമ്മളെ നാട്ടിൽ നിന്ന് ഒരാളൊക്കെ വന്നാൽ നമ്മളിങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് അങ്ങോട്ട് കയറിയല്ലേ ചെയ്യാം. നമ്മളവിടെയൊക്കെ വയലിൽ വെച്ച് ആരെങ്കിലും കാണുന്നുണ്ടോ? പേടിയാണ്. നേരെ മറിച്ച് അവിടുത്തെ ആൾക്കാരൊക്കെ വരികയാണ് കൂടെ, അവരുടെ കൂടെ ഇതിലേക്ക് വരിക തന്നെ ചെയ്യണമെന്നുള്ളത്. ഇതാണ് ഒരു ദൗത്യം കൊണ്ട് നടക്കുന്ന പ്രവാചകന്റെ സ്വപ്നം. അല്ലാതെ ഒരു മുടിവെട്ടുകാരൻ പോലും കാണാത്ത സ്വപ്നമല്ല. ഒരു മുടിവെട്ടുകാരൻ അവന്റെ തൊഴിലാണത്. നാട്ടുകാരൊക്കെ മുടിവെട്ടി എനിക്ക് കായ് കിട്ടി, ഞാൻ അതുകൊണ്ട് ഒരു കൊട്ടാരം ഉണ്ടാക്കി, ആ കായ് കക്കാൻ വരുമ്പോ ആ ആള് ഞാൻ തച്ചോടിക്കുന്നു പറഞ്ഞിട്ട് ഈ പാൽക്കാരി കണ്ട കിനാവല്ല, അത് പാൽക്കാരിയുടെ കിനാവാ. മുപ്പത്തേര് ഇങ്ങനെ കണ്ടെത്തര് ഈ പാലൊക്കെ തലയിൽ ഇങ്ങനെ ഏറ്റിങ്ങാണ്ടോ ഇതൊക്കെ വിറ്റ് ഞാൻ മുതലാളിയാവും, അങ്ങനെ പൈസ ആൾക്കാർ ഈ പാലും പോയി. ഇന്ന പോലെ ഒരു മുടിവെട്ടുകാരൻ പോലും കാണുന്ന കിനാവല്ല ഈ നബി കണ്ടിരിക്കണേ. ഇവര് പറയുന്ന കിനാവാണെങ്കിൽ ഒന്നാമത് കിനാവല്ല. ഇതാവുമ്പോ പറ്റുമോ? ഇന്ന് നമുക്കിത് പറ്റുമോ? ഞമ്മക്കൊക്കെ ഇനിയിപ്പോ മുടി കളഞ്ഞിട്ട് മക്കത്ത് പോകാൻ പറ്റുമോ? ഇന്ന് ഈ ആയത്ത് ഈ അർത്ഥം വെച്ചാൽ പ്രായോഗികമാണോ? ആണോ? അതാ ഞാൻ പറഞ്ഞത്. ഖുർആനിലെ ഒരൊറ്റ അക്ഷരം പോലും ഇന്ന് കളയാനില്ല എന്ന് പറഞ്ഞത്. മറ്റതാണെങ്കിൽ ഇവരുടെ വ്യാഖ്യാനാണെങ്കിൽ ഖുർആനിലെ 3/4 ഭാഗം ഇന്ന് വേണ്ട. ഈ കഥകളൊന്നും വേണ്ട. ഇനിയിപ്പോ നമുക്ക് മുടി കളയാൻ പറ്റുമോ? എല്ലാവരും മുടി കളഞ്ഞ് ഇനി മക്കത്ത് പോകാൻ പറ്റുമോ? അത് സ്വപ്നം കാണാൻ പറ്റുമോ? നമുക്ക്? നേരെ മറിച്ച് ഇത് കാണാൻ സ്വപ്നം. പഠിച്ചോനെ, ഈ ഖുർആനിലേക്ക്, ഈ ദൈവികമായ ദീനിലേക്ക് ആളുകൾ എന്തിനാ ഈ സാധുക്കൾ ഈ നരകത്തിൽ ജീവിക്കുന്നത്? ഈ ഇടങ്ങേറിൽ അവർക്ക് ഈസി ആയ ഈ ഒരു ദീനിലേക്ക് എന്തുകൊണ്ട് വന്നുകൂടാ? അവർക്ക് തന്നെ ഗുണകരമാണല്ലോ. അവരൊന്ന് വന്ന് കണ്ടെങ്കിൽ ഈ സ്വപ്നം കാണാൻ പറ്റുമോ? പറ്റും. അതിനുവേണ്ടി അധ്വാനിക്കാൻ പറ്റുമോ? അധ്വാനിക്കാം. അതിനുവേണ്ടി പരിശ്രമിക്കാൻ പറ്റുമോ? പരിശ്രമിക്കാം. ആളുകൾക്ക് കൂടെ വന്നാൽ നിർഭയരാകാൻ പറ്റുമോ? നിർഭയരാവും. നിർഭയത്തുണ്ടാവും. മുടി കളഞ്ഞാൽ നിർഭയത്തുണ്ടാവോ? ഉണ്ടാവില്ല. നിർഭയത്തല്ല, പേടിയാ വരിക. കാരണം മൊട്ടയാണ്, ഓന് മാപ്പിള മൊട്ടയെന്ന് പറഞ്ഞിട്ട് പിന്നെ പോലീസുകാർ രണ്ട് പാസ്പോർട്ടിന് 4 എൻക്വയറി നടത്തും. ഒരു എൻക്വയറി കൊണ്ട് തരൂല. പോലീസുകാരനും വന്ന പിന്നെ SI വന്ന പിന്നെ IG വരേണ്ടി വരും. IG മേലെ DSP ഒക്കെ വന്നാൽ. അതാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുട്ടി പിന്നെ ഇത് പാസ്പോർട്ടിന് കൊടുത്ത് എല്ലാ രംഗത്തും സംശയത്തിന്റെ നിഴലിലാണ് ഈ സമൂഹം. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലേ? എൻ്റെ സുഹൃത്തുണ്ട് കോയമ്പത്തൂർ വർക്ക് ചെയ്യണ. മൂപ്പര് കുട്ടിക്ക് പാസ്പോർട്ടിന് അപേക്ഷ കൊടുത്തിട്ട് സാധാ പോലീസ് വന്നിട്ടും കൊടുത്തില്ല. പിന്നെ അതിന്റെ മേലുദ്യോഗസ്ഥനും കൂടി പരിശോധന നടത്തിയിട്ടാണ് കൊടുത്തത്. കാരണം ഈ സമൂഹം അത്രമാത്രം നിഴലിലാണ്, സംശയത്തിന്റെ നിഴലില്ല. വെറുതെ നമ്മൾ ഈ സംശയിക്കുന്നവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ഏതൊരു മേഖലയിൽ തൊഴിൽ കൊടുത്താലും അവിടെ പിത്തനുണ്ടാക്കും. ആകെ ഇദ്ദേഹം പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം, അവിടെ ആകെ ഒരു മുസ്ലിമുള്ളത്തരം അയാള് പിത്തനുണ്ടാക്കി. ഇനി മൂപ്പര് പറയാം, ഇനി ആ സ്ഥാപനത്തിൽ ഒരു മുസ്ലിമിന് ജോലി കൊടുക്കൂല. കാരണം ഇയാളും അയാളുടെ അവിടുത്തെ അധ്യാപകനും തല്ല അഭിപ്രായ വ്യത്യാസത്തില് ഈ അഭിപ്രായ വ്യത്യാസത്തിലെ അധ്യാപകനെ തല്ലാൻ ഇയാൾ ഗുണ്ടനെ ഇറക്കിക്കുക. അത്ര ഈ മാപ്പിള ഉദ്യോഗസ്ഥൻ ഗുണ്ടനെ ഇറക്കിക്കുക. ഞാനും എന്റെ സ്ഥാപനത്തിന്റെ ഒരു സഹപ്രവർത്തകനും വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടായ HMനോടല്ലേ പറയേണ്ടത്? അതിന്റെ നിയമപരമായിട്ടല്ലേ അത് നേരിടേണ്ടത്? ഞാൻ ഗുണ്ടനിറക്കി തല്ലിയ ഗുണ്ടനിറക്കി തച്ചു. ഇനി അയാളുമായിട്ട് അതിന്റെ ഉദ്യോഗസ്ഥൻ പറയും ഇനിയില്ല ഒരു മാപ്പിളക്ക് ഇവിടെ പണി കൊടുക്കുന്നത്. അപ്പൊ മുഴുവൻ നമ്മൾ എതിരാളികളെ കുറ്റം പറയാൻ പാടില്ല. എല്ലാം സംശയത്തിന്റെ. അതാണ് മൊട്ട അടിച്ചോണ്ട് നിർഭയല്ല വരിക. ഞാൻ പറയുന്നത് ഇത് മൊട്ട അടിച്ചാൽ തന്നെ മനസ്സിലാക്കും, താടി കണ്ടാൽ തന്നെ മനസ്സിലാക്കും. ഇത് സംഗതി
ബോംബ് വെക്കാൻ പോണ ആളാണെന്ന്. ചിലപ്പോ വെറുതെ പിന്നെ ഇടുന്നുണ്ട്, സംഗതി ശരിയാ. പക്ഷെ ഈ വെറുതെ ഇടാനും കാരണക്കാരിതാണെന്നാണ്. വേറൊരു സമൂഹം ഉണ്ടല്ലോ, നമ്മളെ പോലെ ഒരു പിന്നെ ന്യൂനപക്ഷ സമൂഹം പോലെ, അതുപോലെ ഹിപ്പോക്രാറ്റ് ആകണം എന്നല്ല ഞാൻ പറയുന്നത്. സത്യസന്ധത, നീതിബോധം, ധർമ്മം ഒരു ആർക്കുണ്ടായ ആരാ വെറുക്കുക? ഇപ്പൊ ലണ്ടനിൽ പോയിട്ട് നിങ്ങളിപ്പോ സത്യമൊന്നും ഇവിടെ പറയണ്ടെന്ന് പറയും. ഇതല്ലേ, ഇത് കടലാസൊക്കെ എടുത്തിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണേ, ജുമസ്കരിക്കാനേ 1 മണിക്കൂർ റോഡ് ബ്ലോക്ക് ആക്കുകയാണേ. അതാണ് ദീനും മതവും തമ്മിലുള്ള വ്യത്യാസം. ദീൻ നടപ്പിലാക്കിയ എവിടെ വേണ്ടെന്ന് പറയാം. സത്യം പറയുമ്പോഴെന്നുള്ള സത്യമൊന്നും പറയണ്ട എന്ന് ലണ്ടനിൽ പറയാം, അമേരിക്കയിൽ പറയാം, ബ്രിട്ടനിൽ പറയാം, ഫ്രാൻസിൽ പറയാം, സൗദിയിൽ പറയാം, ഇന്ത്യയിൽ പറയാം. കരുണയൊന്നും ഇവിടെ വേണ്ട, ധർമ്മമൊന്നും ഇവിടെ വേണ്ട, നീതിയൊന്നും ഇവിടെ വേണ്ട. ഇവിടെ വേണ്ടാന്ന് പറയുന്ന ബോംബെയിൽ എന്താ വേണ്ടാന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിലേക്കാണ് ഇറങ്ങുക, കടലാസും മറ്റതൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് 1 മണിക്കൂർ റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് നിസ്കാരം. അപ്പം മറ്റൊരു ചെണ്ട എടുത്തിട്ട് ഇറങ്ങി 1.5 മണിക്കൂർ പോലും റോഡ് ബ്ലോക്ക് ആക്കുക. ഇങ്ങോട്ടാണ് തല്ലുകൂടിയത്. നമ്മള് 2 മണിക്കൂർ നബിദിന റാലി കൊണ്ട് റോഡാണ് ബ്ലോക്ക് ആക്കുമ്പോൾ മറ്റേ ശ്രീകൃഷ്ണ ജയന്തി കൊണ്ട് 2 മണിക്കൂറാണ് റോഡ് ബ്ലോക്ക് ആക്കുക. ഇതാ ലോകത്തിന് അപകടം, ഈ ആചാര അനുഷ്ഠാനത്തിൽ അധിഷ്ഠിതമായ ഈ മതം. പക്ഷെ ദീൻ ആർക്കാ വെറുക്കാൻ കഴിയുക? ദീൻ ആർക്കാ വെറുക്കാൻ കഴിയുക? നിങ്ങൾ പറയും, ദീൻ ആർക്കാ വെറുക്കാൻ കഴിയുക? സത്യം പറയണ്ടെന്ന് ആരാ പറയാ? എനിക്ക് നീതി കിട്ടണ്ടെന്ന് ആരാ പറയാ? എനിക്ക് നിങ്ങളെ നീതിയൊന്നും വേണ്ട, എനിക്ക് നീതി കിട്ടണം എന്നല്ലേ പറയാം. എന്നോട് സത്യം പറയണം എന്നല്ലേ പറയാം. എനിക്ക് സഹായം കിട്ടണം എന്നല്ലേ പറയാം. എനിക്ക് നിഷേധിക്കപ്പെട്ട എൻ്റെ അവകാശങ്ങൾ തിരിച്ച് കിട്ടണം എന്നല്ലേ പറയാം. ഞാൻ ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല എന്നല്ലേ പറയാം. ഇങ്ങനെ അള്ളാഹുവിന്റെ ഖുർആനിലെ മൂല്യങ്ങൾ ആരാ വേണ്ടെന്ന് പറയാം. ഇതാ ദീനും മതവും തമ്മിലുള്ള വ്യത്യാസം. ഇതാ ദീനും മതവും തമ്മിലുള്ള വ്യത്യാസം. ദീൻ എളുപ്പമാണ്, മതം പ്രയാസമാണ്. മതമാണ് ലോകത്ത് അപകടങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. ലോകത്ത് മുഴുവൻ അരാജകത്വത്തിനും അക്രമങ്ങൾക്കും ഒക്കെ കാരണം ഈ മതമാണ്. നിങ്ങളെ ചെറുപ്പത്തിൽ ഇത്ര ഉണ്ടോ ഈ ശോഭയാത്ര? ഇത്രല്ല. എന്റെ കുട്ടിക്കാലത്തൊന്നും ശോഭയാത്ര ഞാൻ കണ്ടിട്ടല്ല. നമ്മള് 2 മണിക്കൂർ റോഡ് ബ്ലോക്ക് ആക്കി. ഈ മാർച്ച് മാസത്തിലും ഈ സലാത്ത് കൊണ്ട് ഇവന്റെ ചെവിയിലേക്ക് തിരിക്കാൻ ഈ മൈക്ക കുട്ടികളെ പഠിക്കാനും അയക്കാതെ ഈ സലാത്തും ചൊല്ലിയിട്ട് അവന്റെ ആരാധന അവനിൽ ഒതുങ്ങുന്നുണ്ട് ഉണ്ടെങ്കിൽ തന്നെ. അപ്പൊ ഓല് പാട്ടാണ് വെക്കാണ്, 4 മണിക്ക് മറ്റേ പാട്ടാണ് വെക്കാണ്. ഞങ്ങളൊന്നും പാടി. എല്ലാ അമ്പലങ്ങളൊക്കെ ഈ കാട് പിടിച്ച് പോയിരുന്നു. ഒക്കെ കാട് പിടിച്ച് അവരിതൊക്കെ വിട്ടുപോയിരുന്നു. ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒക്കെ ഇപ്പൊ തെളിച്ചുണ്ടാക്കി വെച്ചു, ഒക്കെ പുനരുജ്ജീവിപ്പിച്ചു. എല്ലാം വെട്ടി തെളിച്ച് അവർക്ക് പറ്റുന്ന രൂപത്തിലൊക്കെ അവരും വെട്ടിത്തെളിച്ചു. ഇവിടെ ഒരു മതസ്പർദ്ധയാണ് നടക്കുന്നത്. ഇവിടെ പോയി മൂല്യങ്ങളിലേക്ക്, ധർമ്മത്തിലേക്ക്, നീതിയിലേക്ക്, സത്യത്തിലേക്ക്, മനുഷ്യാവകാശങ്ങൾ തിരിച്ചു കൊടുക്കുന്നതിലേക്ക്, ഇതിലേക്ക് തിരിച്ചു പോകാതെ ഈ മതം ലോകത്തിന് അപകടമാണ്. ഇതിലേക്ക് തിരിച്ചു പോകാതെ ഈ ലോകത്തിന് രക്ഷയില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സിമ്പിളായിട്ടാണ് എനിക്ക് ദീന് പറയാനുള്ളത്. എന്താ ദീന് എളുപ്പമല്ലേ? ഇനി ആരുടെ സ്വപ്നമാണ്? ഇനി യൂസഫിന്റെ സ്വപ്നം. അപ്പൊ ഈ സ്വപ്നം നമുക്കൊന്ന് പറ്റുമോ? പറ്റും. പേടിക്കാതെ പറ്റുമോ? പേടിക്കണ്ട. ഇവിടുത്തെ ജനസമൂഹങ്ങളൊക്കെ ഈ സത്യത്തിലേക്കും നീതിയിലേക്കും ധർമ്മത്തിലേക്കും കൂട്ടം കൂട്ടമായി വന്നാൽ നമുക്ക് നിർഭയല്ലേ? നിർഭയാണ്. നമുക്കൊരു താങ്ങായി എന്നുള്ള സഹായമല്ലേ? സഹായമാണ്. അതുകൊണ്ടൊരു വിജയം കിട്ടുമോ? അപ്പോൾ ഫതഹം കരിയുക, വിജയം കിട്ടും. മുടി കളഞ്ഞാൽ വിജയം കിട്ടുമോ? മുടി കളഞ്ഞാൽ വിജയം കിട്ടൂല. മുടി വിറ്റാൽ കായ കിട്ടും. 1500 കോടിക്കാണ് ആന്ധ്രാപ്രദേശിൽ മുടി വിറ്റത്. ഇതിനേക്കാളും കൂടുതൽ കിട്ടും. ഇവിടെ എത്ര? 40 കോടിയോ അല്ലേ? ഇതിനേക്കാളും കായ കിട്ടും മുടി വിറ്റിട്ട്. ഇപ്പൊ 1500 കോടി അത്ര മുടി മാത്രം വിറ്റിട്ട്. അതുകൊണ്ട് ഉണ്ടാകുന്ന വിവിധ വസ്തുക്കൾ ലോകത്തിന് വിറ്റിട്ട്. അതിപ്പം നാൾ വായിച്ചു 1500 കോടിക്ക് മുടി വിറ്റു ആന്ധ്ര സർക്കാർ. പഴനിയിലൊക്കെ മുടികൾ വിറ്റ്. തിരുപ്പതി മുഖസ്സിരീനെന്ന് പറഞ്ഞാൽ മുടി വെട്ടിയല്ല. അവരിലെ റൂസും മുഖസ്സിറുമായ ആളുകൾ, ഒന്ന് നേതൃത്വവും ഒന്ന് കസറ്, സ്ഥാനമാനം കൊണ്ടും പദവി കൊണ്ടും കുറഞ്ഞ ആളുകളും നേതൃത്വവും കൂടെ, 2 കൂട്ടരും കൂടെ, 2 കൂട്ടരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ഇതിലേക്ക് വരിക.
ആ സമൂഹത്തിലെ സ്ഥാനം കൊണ്ടും പദവി കൊണ്ടും ചുരുങ്ങിയ ആളുകളും സ്ഥാനം കുറഞ്ഞ ആളുകളും, അതാണ് കസറാക്കുക എന്നൊക്കെ പറയില്ല, ചുരുക്കുക. മസ്ജിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ. കാസിറ അത് ഞാൻ മറ്റേ മസ്ജിദ് എന്ന് പറഞ്ഞാൽ പുസ്തകത്തിലുണ്ട്. മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിലക്കുകളുടെ കൽപ്പനകൾ, വിലക്കുകളുടെ ആശയം. മറ്റേ സ്വർഗത്തിലുണ്ടാവും കാസിറാത്തുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, പെണ്ണുങ്ങളാണത്. കാസിറാത്തു തർഫിലം യത്മിസുഹുന്ന ഇൻസും ഖബ്ലഹും വലാ ജാൻ, ജിന്നും മനുഷ്യനൊന്നും തൊടാത്ത പെണ്ണുങ്ങള്. അവിടെ കാസിറാത്ത് മുഖസിരീന കാസിറാത്ത്. അപ്പൊ ഓലിക്ക് പെണ്ണുങ്ങൾ എന്ന് പറയാം, മുടി വെട്ടവരെന്നല്ല. അപ്പൊ അവിടെ പെണ്ണുങ്ങൾ എന്ന് അർത്ഥം വന്നു കാസിറാത്തിന്. അപ്പൊ മനുഷ്യർന്ന് അർത്ഥം വന്നു കാസിറാത്തിന്. അത് അവിടുത്തെ അർത്ഥം എന്താന്ന് പിന്നെ പറയാം. കാസിറാത്ത് തെറപ്പി ദൂരക്കൊന്നും നോക്കൂല, തെരവര് താഴേക്കുള്ള. അതാണ് കാസിറാത്ത് തെറപ്പി, ദൃഷ്ടികൾ താഴ്ത്തുന്നവരായ പെണ്ണുങ്ങൾ. എന്താ ദൃഷ്ടി പൊങ്ങിച്ചാൽ ലം യത്മിസുഹുന്ന, അവരെ തൊട്ടിട്ടില്ല. ഇൻസുൻ ഒറ്റ മഞ്ഞേനും തൊട്ടിട്ടില്ല. കപിലഹും അതിനു മുമ്പ് ഒരു ജിന്നും തൊട്ടിട്ടില്ല. ഏത് അറബികളെ പൂതിപ്പെടുത്തല്ല പരിപാടി. ഓലിക്ക് കള്ളും വെള്ളം പെണ്ണും നല്ല സുഖ, വേറെ പരിപാടിയൊന്നും ഇല്ല ഇതില്. അതിനോട് ചോദിച്ചതാ ഒരാള്. ഞാൻ പണ്ട് കോളേജ് പള്ളിയിൽ കൊണ്ടുപോ പറഞ്ഞിട്ട് 8 കൊല്ലം. ഞാൻ വലിയ കണ്ണു മുജാഹിദാണ്, കാര്യപ്പെട്ട് അടിച്ചിക്ക ഒക്കെ വായുപാത്രന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥലങ്ങൾ ഉയർന്ന പെണ്ണുങ്ങളെന്നൊക്കെ അർത്ഥം പറഞ്ഞ് ഒരു ഡോക്ടറെ വീട്ടിലായിരുന്നു ഭക്ഷണം. ഈ മൂലിയർക്ക് ചോറായി. അന്നൊക്കെ ആരാന്റെ ചോറുന്നല്ലേ. മോഹരിങ്ങനെ ചോർന്നുമ്പോ ചോദിച്ചു, അല്ല അപ്പൊ പെണ്ണുങ്ങൾക്ക് അവിടെ ആരും ഇല്ലല്ലേ? പെണ്ണുങ്ങൾക്ക് എന്തുയർന്ന ആണുങ്ങളാണെന്ന് ചോദിച്ചെന്നോട്. മോഹരിനോട് ചോദിച്ചു, സത്യമായിട്ടും വല്ലാഹിനോട് ചോദിച്ചു. അയാൾ ഇന്നും മരിച്ചിട്ടില്ല, അയാളിപ്പോഴും മുജാഹിദ് തന്നെ. അയാളിനോട് ചോദിച്ചു, അപ്പൊ സ്ത്രീക്ക് എന്തുയർന്ന ആണുങ്ങളാണെന്ന്. ആണുങ്ങൾക്ക് സ്ഥലം ഉയർന്ന പെണ്ണുങ്ങൾ ഓക്കെ സമ്മതിച്ചു. പുരുഷന്മാർക്ക് അല്ല, സ്ത്രീകൾക്ക് എന്തുയർന്ന പുരുഷന്മാരാണെന്ന്. എന്തുയർന്നതെന്ന് പറയാൻ പറ്റുമോ? ഞാൻ അവസാനം പറഞ്ഞ യൂസഫ് അലിയുടെ തഫ്സീറൊന്നും എടുക്കുന്നതാണ്, ഇംഗ്ലീഷ് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. യൂസഫ് അലിയുടെ തഫ്സീർ എടുക്കുന്നതാണ്, അതിന്റെ അർത്ഥം വായിക്കുന്നതാണ്. ഈക്വൽ ഏജസ് ഓഫ് കമ്പാനിയൻസ് എന്നുണ്ട്, അതാണെന്നാണ്. സമപ്രായക്കാരായ ആളുകൾ എന്നാണ്, അല്ലാതെ ആണും പെണ്ണും അല്ല എന്നാണ്. തൽക്കാലം പിടിച്ചു നിൽക്കാനാണ്. അവിടുത്തെ അർത്ഥം അതല്ലിട്ടില്ലേ, അത് അന്നത്തെ അർത്ഥമാണ്. അവിടുത്തെ അർത്ഥം അതല്ല. അത് പിന്നെ പറയാം. അവിടുത്തെ അർത്ഥം ഞാൻ തൽക്കാലം എനിക്ക് അന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. യൂസഫിന്റെ തഫ്സീർ മൂപ്പന്റെ ഷെൽഫിലുണ്ട്. യൂസഫിന്റെ തഫ്സീർ എടുക്കുന്നതാണ്. യൂസഫിന്റെ തഫ്സീർ മുഴുവൻ ഞാൻ വായിച്ചതാണ്, അതുകൊണ്ട് ആ ഓർമ്മയിലുണ്ട്. യൂസഫിന്റെ തഫ്സീർ എടുക്കുന്നതാണ്. അതിൽ മൂപ്പര് ഈക്വൽ ഏജസ് ഓഫ് കമ്പാനിയൻസ്, ഈക്വൽ ഏജസ്, സമപ്രായക്കാരായ കൂട്ടുകാർ. ആണും പെണ്ണും എഴുതിയിട്ടില്ല മൂപ്പര്. അപ്പൊ തന്നെ അപ്പൊ മൂപ്പർക്ക് സമാധാനം. എന്നാ കുഴപ്പമില്ല, എന്നാ ശരിയാ. അപ്പൊ ഇത് സംഗതി എന്താണെന്നല്ല, ഇത് മസ്തിഷ്കെല്ലാം ചോദിക്കും, ചിന്തിക്കുന്നവൻ ചോദിക്കും. അതല്ല സമയം ഒക്കെ ഒക്കെ അങ്ങനെ തന്നെ. ഇത് ശരി ശരി എന്ന് പറഞ്ഞ് പോണ ഈ കാക്കാരോടൊക്കെ ആണെങ്കിൽ നമുക്കൊക്കെ പറയാം. പക്ഷെ ചിന്തിക്കുന്ന ഒരു ജനതയാണ് ഇനി വരാനുള്ളത്. ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ വരാനുള്ളത്. ആ സമൂഹത്തിന്റെ മുന്നിൽ ഈ കിതാബ് കൊണ്ട് ഇനി പിടിച്ചു വെക്കാൻ പറ്റില്ല. ഇവർ പറയുന്നത് പാരമ്പര്യം കൊണ്ടാണ് ഇസ്ലാം വിശ്വസിക്കണമെന്ന്. വെറുതെ ഉണ്ടാക്കുന്ന ചരിത്രങ്ങളാണ് ഇവരൊക്കെ. ഇതൊക്കെ പറയുമ്പോൾ അവർ പറയുന്നത്, ജൂതി മലയിൽ മറ്റേ കപ്പലിന്റെ അവശിഷ്ടം കണ്ടല്ലോ, അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹ ഉണ്ടല്ലോ, ഡെഡ് സീ ഉണ്ടല്ലോ, ഇങ്ങോട്ട് നിങ്ങൾ ഇതൊന്നും ഇല്ലാന്ന് പറയാം. ഫിറോന്റെ ബോഡി ഉണ്ടല്ലോ, ഇങ്ങോട്ട് നിങ്ങൾ ഇതൊന്നും ഇല്ലാന്ന് പറയാം. ഞാൻ പറഞ്ഞു, തല ഉയർത്തി നിൽക്കുന്ന ഹിമാലയം അതാ നിൽക്കണോ? അതിനേക്കാളും വലിയ തെളിവെന്താ ലോകത്ത്? ഹൈന്ദവ വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ട അവരുടെ വിശ്വാസ ഗ്രന്ഥങ്ങളിലെ വന്ന് അങ്ങനെ സമ്മതിക്കുമെന്ന് ചോദിച്ചു. ഇതിനേക്കാളും വലിയ തെളിവിന് ലോകത്ത് ആർക്കാ കൊണ്ടുവരാൻ പറ്റുക? ഹിമാലയത്തിനേക്കാളും വലിയത്. അവരുടെ വേദങ്ങളിൽ, ഭഗവത്ഗീതയിലും അവരുടെ വേദങ്ങളിലും പറയുന്ന ഏറ്റവും മുഖ്യമായ ഒരു സ്മാരകമാണ് പിന്നെ ഹിമാലയം. ആ ഹിമാലയവുമായി ബന്ധപ്പെട്ട അവരുടെ കഥകൾ മുഴുവൻ. ഇതിനേക്കാളും വലിയ ഒരു ചരിത്ര സ്മാരകം ലോകത്ത് ഒരു മുസ്ലിമോന്, ഒരു ചേട്ടനും കൊണ്ടുവരാൻ പറ്റൂല. നിങ്ങൾ വിശ്വസിക്കുമെന്ന് വെച്ചു. അതിപ്പോ അതന്നെ പ്രശ്നം. അവരുടെ വേദങ്ങളിൽ പറയുന്ന ഗംഗ അതാ വിശാലമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പിന്നെ
ഇയാളുടെ ശിവന്റെ മുടിയിൽ നിന്ന് ഒഴുകുന്ന ഗംഗ അവരുടെ ചരിത്രമാണ്. അയാൾ തപസ്സിരുന്നത് ഹിമാലയത്തിലാണ്. ചരിത്രമല്ലേ? നിങ്ങൾ വിശ്വസിക്കുമെന്ന് വെച്ചു. കുരുക്ഷേത്ര യുദ്ധം നടന്ന അയോധ്യ ഇപ്പോഴും അവിടെയുണ്ട്. പച്ചയായിട്ട് ഒരു രാജ്യം തന്നെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുമോ? അതൊന്നും പറ്റൂല. അത് ഒരു കെട്ടുകഥയാണ്. അപ്പോ ഓരത് കെട്ടുകഥ, നമ്മളത് വിശ്വാസയോഗ്യമായ കഥ. അത് നിങ്ങൾ കുടി പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അത് നിങ്ങളെ കുടി പോയി പറയും. അത് നമ്മളോട് പറയണ്ട. ഞങ്ങൾ പാലക്കാട് ജില്ലയിലേക്ക് വരികയോ 1000 തെളിവ് ഞാൻ കാണിച്ചു തരാം. കുന്തി ദേവി കുളിച്ച പുഴയാണ് കുന്തിപ്പുഴ. കുന്തി ദേവി ഉണ്ടോ? ഓൾ കുളിച്ചുക്കണോ? ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഒരു പുഴഞ്ഞട നീണ്ടു നിവർന്ന് ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പറ്റുമോ? ഭീമനാടുണ്ട്. ഭീമം വന്ന നാടാണ്. ഇപ്പോഴും ഉണ്ട്. ഒരു രാജ്യം, ഒരു പ്രദേശം തന്നെ ഉണ്ട്. ശ്രീകൃഷ്ണപുരം ഉണ്ട്. ശ്രീകൃഷ്ണൻ വന്ന രാജ്യം എന്നാ പറയുന്നത്. അങ്ങനെ ശ്രീകൃഷ്ണൻ തന്നെ ജനിച്ചിക്കണോ? ജനിച്ചിട്ട് ഇല്ല എന്നാ പറയുന്നത്. ഇന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസത്തില് അറിയുന്ന പണ്ഡിതന്മാർ പറയുന്നത് ശ്രീകൃഷ്ണൻ ജനിച്ചിട്ട് ഇല്ല എന്നാ പറയുന്നത്. പക്ഷെ ഒരു പ്രദേശം തന്നെ ഉണ്ട്. വിശ്വസിക്കുമോ? വീഴുമല ഉണ്ട് പാലക്കാട്. മറ്റേ ഈ ഹനുമാൻ ലങ്ക കൊണ്ടുവരുമ്പോ അതിനൊരു പൊട്ട് വീണതാന്നാ പറയണത്. അതിന് വീഴുമല എന്ന് പറയുന്ന പാലക്കാട് ഒരു മലന്നുണ്ട്. വിശ്വസിക്കുമോ? 10,000കണക്കിന് തെളിവുകൾ ഞാൻ തരാം. പക്ഷെ അപ്പൊക്കെ പറയാം അതുപോലെ പുരാണല്ലേ. നമ്മളതോ അതൊന്നും പ്രശ്നമില്ല. ഞാനതാ പറഞ്ഞ ഹിമാലയത്തിനേക്കാൾ മുഖ്യമായൊരു തെളിവ് ലോകത്തിന് എന്താ? ഇതിനേക്കാളും വലിയ, ലോകത്തെ ഏറ്റവും വലിയ കൊടുമുടി ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ശിവൻ പിന്നെ തപസ്സിരുന്ന മലയാണത്. അവിടുന്ന് ശിവന്റെ മുടിയിൽ നിന്ന് ആ വെള്ളം ഒഴുകി ഗംഗ വരുന്നത് പറയാൻ പറ്റുമോ? അല്ലാന്ന് ഇനി ഇതിലേക്കും വലിയ ഏത് ജോലി പർവ്വത ഉണ്ടോ ഇല്ലയെന്ന് തന്നെ അറിയില്ല. അങ്ങനത്തെ ഒരു പർവ്വതം അത്ര നിസ്സാരമായ പ്രദേശ ജൂലിബല ഇനി ഉണ്ടെങ്കിൽ തന്നെ ഹിമാലയത്തോളം ലോകത്ത് ഇത്രയും തല ഉയർത്തി നിൽക്കുന്ന ഒരു പിന്നെ തെളിവേതാ ലോകത്ത്? അങ്ങനെ ചരിത്രം തെളിവാക്കുകയാണെങ്കിൽ അത് വിശ്വസിക്കണ്ടേ? അപ്പൊ ആ വർത്താനം നിങ്ങൾ പറഞ്ഞു. പാരമ്പര്യം കൊണ്ട് ആരാ ഖുർആൻ വിശ്വസിച്ചതെന്ന് ചോദിച്ചു. പാരമ്പര്യം കൊണ്ട് ഖുർആൻ വിശ്വസിച്ചിട്ടില്ല. ഞാൻ വിശ്വസിച്ചിട്ടില്ല പാരമ്പര്യം കൊണ്ട് ഖുർആൻ. പാരമ്പര്യം കൊണ്ടല്ല ഖുർആൻ വിശ്വസിച്ചത്. പൈതൃകമായി കിട്ടിയ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ, അടിമത്തത്തിനെതിരെ, ചൂഷണങ്ങൾക്കെതിരെ, അനീതിക്കെതിരെ ശബ്ദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ഖുർആൻ എന്നുള്ളത് കൊണ്ടാണ് ഖുർആൻ വിശ്വസിച്ചത്. അല്ല എൻ്റെ വാപ്പാടേക്കെന്ന് കിട്ടിയതുകൊണ്ടല്ല. ഇവര് പറയുന്ന വാപ്പാടേക്കെന്ന് കിട്ടിയതുകൊണ്ടല്ല നിങ്ങൾക്ക് ഖുർആൻ തന്നെ വിശ്വാസയോഗ്യ അല്ല എന്ന് പറഞ്ഞാണ്. എന്റെ വാപ്പാടേക്കെന്ന് കിട്ടിയ ഖുർആൻ ആയതുകൊണ്ടല്ല എനിക്ക് ഖുർആൻ യോഗ്യമായത്. അനീതിക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ, ചൂഷണങ്ങൾക്കെതിരെ, മനുഷ്യരുടെ രക്തം കുടിക്കുന്നതിനെതിരെ, അന്യായങ്ങൾക്കെതിരെ, നീതിക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, ന്യായത്തിന് വേണ്ടി, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. പൈതൃകമായി കിട്ടിയ അന്ധവിശ്വാസങ്ങളെയും അടിമത്തത്തിനെയും ഉച്ചാടനം ചെയ്യുന്ന ഒരു ഗ്രന്ഥമായതുകൊണ്ടാണ് എനിക്കിത് വിശ്വാസയോഗ്യമായത്. അല്ലാതെ എന്റെ വാപ്പാടേക്കെന്ന് കിട്ടിയ ഗ്രന്ഥമായതുകൊണ്ടല്ല. ഇവർ അവസാനം ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് എന്റെ പൈതൃകമായി കിട്ടിയോണ്ടല്ലേ നിങ്ങൾക്ക് എന്റെ ഖുർആൻ വിശ്വാസയോഗ്യത്? ഞാൻ പറഞ്ഞു അല്ല, പൈതൃകമായി കിട്ടിയോണ്ടല്ല. പൈതൃകമായി കിട്ടിയതാണ് എനിക്ക് ബുഖാരിയും. എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? പൈതൃകമായി എനിക്ക് ഒരുപാട് ഗ്രന്ഥങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? അതിലൊന്നും മനുഷ്യനീതിക്ക് വേണ്ടി, മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, അടിമത്തത്തിനെതിരെ, ചൂഷണത്തിനെതിരെ, മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന വാക്കുകളില്ല. പ്രായോഗികതകൾ അതിലില്ല. നീതി അതിലില്ല. ധർമ്മം അതിലില്ല. അതിൽ മനുഷ്യ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നതാണ് അതൊക്കെ. അതുകൊണ്ടാണ് വിശ്വാസയോഗ്യമല്ലാത്തത്. അതൊക്കെ കിട്ടുന്നുണ്ട്. അല്ലാതെ പൈതൃകമായി കിട്ടിയോണ്ടാണ് ഖുർആൻ വിശ്വസിക്കുന്നത്. പൈതൃകമായി കിട്ടിയോണ്ടാണെങ്കിൽ അതിനേക്കാളും 1000കണക്കിന് കോടി വർഷം പഴക്കമുള്ള ഗീതണ്ടല്ലോ ഇവിടെ. അത് വിശ്വസിച്ചാൽ പോലെ. ഈ കടലിനക്കരെ നിന്ന് വന്ന ഈ കിതാബ് എന്തിനാ നമുക്ക് ഈ വായിച്ചാൽ തിരിയാത്ത ഈ കിതാബ്? പൈതൃകമായി കിട്ടിയതാണെങ്കിൽ, പൈതൃകമായി കിട്ടിയത് കൊണ്ട് വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരാണ്, ഈ മണ്ണിൽ പിറന്നവരാണ്. ഇതിന് 1400 കൊല്ലത്തെ പാരമ്പര്യമേ ഉള്ളൂ. അതിനേക്കാൾ 1000കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള പാരമ്പര്യം ഗീതക്കുണ്ടല്ലോ. എന്താ ഗീത വിശ്വസിച്ചാല്? പൈതൃകമായി കിട്ടിയതാണ് വിശ്വസിക്കേണ്ടതെങ്കിൽ എന്തിനാ നമ്മൾ ഈ കടലിന്റെ അക്കരെ നിന്ന് വന്ന ഈ കിതാബ് എന്നെ മറിച്ചു നോക്കാൻ നിൽക്കുന്നത്? ഇത് വിശ്വസിക്കേണ്ട ആവശ്യം എന്താ? ഇത് പ്രായോഗികമാക്കേണ്ട ആവശ്യകത എന്താ? ഗീത പോലെ പൈതൃകമായി കിട്ടിയതാണെങ്കിൽ ഇതിനേക്കാൾ ലോജിക്ക് അതിലുണ്ട്. ഇതിലെ പൊട്ട കഥകളേക്കാൾ ലോജിക്കായ കഥകൾ അതിലുണ്ട്. യുക്തിസഹമായ പല കഥകളും അതിലുണ്ട്. ഇതിനേക്കാൾ യുക്തിസഹമായത് ഇവരെഴുതിയുണ്ടാക്കിയ യുക്തിരഹിതവും അപ്രായോഗികവുമായ കഥകളെക്കാളൊക്കെ എത്രയോ യുക്തിസഹമായ കഥകൾ അതിലുണ്ട്. പിന്നെന്തിനാ അത് വിശ്വസിക്കാൻ നിൽക്കുന്നത്?
ആ വിഷയത്തിൽ നിന്ന് പോയില്ലേ, സ്വപ്നത്തിലേക്ക് തിരിച്ചു വരണം. അപ്പൊ ഞാൻ അല്ലെങ്കിൽ നിർത്തട്ടെ. എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ അയാളോട് വാക്ക് പറയാം. ഇനി ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ അത് പറയാം. അതായത് മൂസാ നബിയുടെ യാത്രയും മറ്റു കാര്യങ്ങളൊക്കെ. യൂസഫിന്റെ സ്വപ്നമൊക്കെ പലപ്പോഴും കേട്ടതാണ്. ഇനി ഒന്നുകൂടി വിശദമാക്കിയിട്ട് പറയാം. ഇനി ആ സീഡി വാങ്ങിയാലും വിശദമായിട്ടുണ്ട്. ഇനി അത് പിന്നെ പറയാം, സീരീസ് പറയാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇറങ്ങാറാവും. നമുക്ക് പിരിയാം ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി വിശദീകരിക്കാം.